ആ ദൈവത്തിന് ഇങ്ങനെ അവസരം തന്നതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ഒരു പാട്ട് പാടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. 565 565. ഇത് എൻ്റെ ലൈഫിൽ എന്നെ പലപ്പോഴും ആ, പാട്ട് പാടി തുടങ്ങിയപ്പോൾ അത് വലിയ രസമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഈരടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അത് വളരെ സ്വാതന്ത്ര്യത്തിലേക്ക് ബന്ധനങ്ങൾ അഴിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ ചിലപ്പം ആ, ചില പാട്ടുകൾക്ക് അതിന് അതിൽ തന്നെ നിലനിൽക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ആ, അതിന്റെ ഈരടികളും ട്യൂണും ഒക്കെ മിസ് ചെയ്ത് പോയെങ്കിലും അതിന്റെ ലൈൻസ് നമ്മളെ ഇങ്ങനെ തികട്ടി വന്ന് നമ്മളെ വിടുവിച്ചോണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ടായത്. ഒന്ന് പാടാമോ? സിയോൻ പ്രമാണങ്ങൾ എന്റെ സമ്പത്ത്, ആകർഷിക്കുന്നില്ലെന്നെ മറ്റൊന്നും. നിന്ന പരിഹാസമെന്റെ സമ്പത്താം, ക്രിസ്തൻ ജഡത്തിൽ കൂടെ എൻ വഴി. കാലം സ്ഥലം ദുഃഖ സൗഖ്യങ്ങളൊന്നും ബാധിക്കില്ലെന്നോടെ സന്തോഷത്തെ. ദൈവഹിതം മാത്രമെൻ നന്മലോകെ, എന്തു വന്നാലും ഇതെന്റെ സാക്ഷ്യം. തൻഹിതം നമ്മുടെ ശുദ്ധീകരണം, തന്മഹത്വത്തിനായി ജീവിക്കും നാം. നമ്മിൽ തൻ വേല നിറവേറ്റാനാർക്കു ദൈവത്തെ ഉത്ബോധിപ്പിക്കാനാവും. ഈ ലോകലാഭം നിനയ്ക്കാതെ നിൻ കൺ വേഗം തിരിക്കുക സോദര നീ. ദൈവ തിരുഹിതം കാൺമാൻ ചെയ്യുവാനും നിൻ മുഴു ശ്രദ്ധയും നൽകിടുക. ദൈവം തരും ജ്ഞാനം എത്ര ശ്രേഷ്ഠം, എല്ലാം എൻ നന്മയ്ക്കായി തീർക്കുന്നു താൻ. സംഭവിച്ചിടുന്നതെല്ലാം എൻ രക്ഷയ്ക്കാക്കുന്നു നാഥൻ നിയന്ത്രിക്കുന്നു. എല്ലാം എൻ നന്മയ്ക്ക് പ്രവർത്തിക്കുന്നു, എൻ ഹൃദയമതറിഞ്ഞിടുന്നു. എന്നയൽക്കാരുറ്റ ബന്ധുക്കളെല്ലാം എൻ കരത്താൽ അനുഗ്രഹീതരാകും. എല്ലാം എൻ നന്മയ്ക്ക് പ്രവർത്തിക്കുന്നു, ആദൻ ഹൃദയമതറിഞ്ഞിടുന്നു. എന്നയൽക്കാരുറ്റ ബന്ധുക്കളെല്ലാം എൻ കരത്താൽ അനുഗ്രഹീതരാകും. ഈ പാട്ട് പലപ്പോഴും എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. ട്യൂണും അതുപോലെയുള്ള അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് അതിന്റെ വാക്യങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ ജീവന്റെ തുടിപ്പുകൾ എപ്പോഴും നമുക്ക് സ്പർശിക്കാൻ പറ്റും. അപ്പോ ഈ സിയോന്റെ പ്രമാണങ്ങളാണ് എൻ്റെ സമ്പത്ത്. അതായത് സ്വർഗത്തിലെ ദൈവം പണിയുന്ന പണിയുടെ പ്രമാണങ്ങൾ. ആ പണി എങ്ങനെ ആയിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം. ഇപ്പൊ നമ്മളറിയാമല്ലോ, ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ഈ രീതിയിൽ പ്രൊപ്പോർഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ഒരു പ്രമാണമുണ്ട്. അതിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ ആകർഷിക്കുന്നില്ല മറ്റൊന്നും. നിന്ന പരിഹാസം എൻ്റെ സമ്പത്താം, ക്രിസ്തൻ ജഡത്തിൽ കൂടെ എൻ വഴി. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജഡത്തിലൂടെ തുറന്ന ഒരു വഴിയുണ്ട്. യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മിക്സ് ചെയ്തത്, എത്ര പോർഷൻ ആയിരുന്നു ഫെയ്ത്തിലുണ്ടായിരുന്നത്, ഏത് കാര്യത്തിലാണ് പുള്ളിയുടെ മോർ ഇൻട്രസ്റ്റ്, എല്ലാവരെയും ഇങ്ങനെ സൗഖ്യമാക്കുന്ന കാര്യത്തിലായിരുന്നു, അതോ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിലായിരുന്നു, അതോ ക്രൂശ് എടുക്കുന്നതിലായിരുന്നു? ക്രൂശ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലുള്ള ക്രൂശ് എടുക്കലാണോ, അതോ എനിക്കും കൂടെ ബെനിഫിറ്റ് ആയിട്ട് മ്യൂച്വലി ബെനിഫിറ്റ് ആകുന്നതായിരിക്കുന്ന ഒരു ഏരിയയിൽ ക്രൂശ് എടുത്ത്, ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ചില സമാധാനം വേണമല്ലോ, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ക്രൂശ് എടുക്കുന്നു. അങ്ങനെയൊക്കെയുള്ള അതൊരു സെക്കൻഡ് ലെവലാണ്. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഹയർ ലെവലിൽ വേറൊന്നുണ്ട്. അതൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഒരു അറിവാണ് ഈ പറയുന്നത്.
പിന്നെ കാലം, സ്ഥലം, ദുഃഖം, സൗഖ്യങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നോട് സന്തോഷത്തെ. അപ്പം എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം തന്ന സന്തോഷത്തെ, ആ സന്തോഷത്തെ നമുക്ക് ജോയ് എന്ന് പറയാം. പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു ആനന്ദത്തെ ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രൊഡക്റ്റാണ്, ഫ്രൂട്ടാണ്. ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതൊക്കെയും നിത്യത വരെ നീണ്ടു നിൽക്കും. അത് ഈ ഭൂമിയിലെ ഉള്ള യാതൊന്നുകൊണ്ടും തൽക്കാലമല്ലത്. അത് ആം, അത് അതിനെ അതിജീവിക്കുന്നതാണ്. അതിന് മരണമില്ല അതിന്. അതുകൊണ്ട് ആ സന്തോഷത്തിന് മരണമില്ല, ആ ആനന്ദത്തിന് മരണമില്ല. ദൈവഹിതം മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഈ ഈ ഭൂമിയിൽ. അത് എന്ത് വന്നാലും ഞാൻ അതിനുമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം പറയുന്നത്, തൻ്റെ ഹിതം നമ്മുടെ ശുദ്ധീകരണം, തൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന നമ്മിൽ തൻ്റെ വേല നിറവേറ്റാൻ ആർക്ക് ദൈവത്തെ ഉത്ബോധിപ്പിക്കാനാവും? അപ്പൊ ഈ തൻ്റെ ഹിതം നമ്മുടെ ശുദ്ധീകരണം, അതായത് എപ്പോഴും ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ കാര്യത്തിൽ നമുക്കിനി ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വരും, ന്യായമായിട്ട് വരും. അതെന്താന്ന് ചോദിച്ചാല്, ആ, ഈ നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കോപമില്ലാതെ, അസൂയയില്ലാതെ, ശാഠ്യമില്ലാതെ ഒക്കെ നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തായിട്ട് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഐ ആം സെറ്റിംഗ് മൈസെൽഫ് അപ്പാർട്ട്. ഞാൻ എന്നെ വേർതിരിക്കുകയാണ്, ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ വേർതിരിക്കുകയാണ്, അതിന്റെ അശുദ്ധി എന്നെ തൊടാതിരിക്കാൻ വേണ്ടി വേർതിരിക്കുകയാണ്. ചില ചിന്തകളിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്ന വഴി ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നു, ഞാൻ വേർതിരിക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ, യുവ സഹോദരൻ അങ്ങനെ പറഞ്ഞു, ബ്രദർ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ലസ്റ്റിനെ, അതായത് ലൈംഗിക താല്പര്യങ്ങളും ദുർമോഹങ്ങളും ഒക്കെ എങ്ങനെയാണ് ജയിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചിന്തിച്ചു വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത കിട്ടി. ചിന്തയല്ല, ഒരു പ്രായോഗികമായി ഉണ്ടായ ഒരു സംഭവത്തിലായിരുന്നു. സാധാരണ നല്ല സൗന്ദര്യമുള്ളവരെ കാണുമ്പോൾ ഒന്ന് നോക്കാൻ ഒന്നും കൂടെയൊക്കെ തോന്നും. നോക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൽ മറ്റ് എതിർപക്ഷത്തുള്ളവർ അങ്ങനെയാണല്ലോ അണിഞ്ഞൊരുങ്ങുകയും ചെയ്യാറുള്ളത്. രണ്ടു വശത്തും ഉണ്ട്. നോക്കിയവനും നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ആളും രണ്ടും ഒരുപോലെ ദൈവസന്നിധിയിൽ തെറ്റുകാർ തന്നെയാണ്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരനെ ഇങ്ങനെ രക്ഷയുടെ അനുഭവത്തിലൊക്കെ വന്ന ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വിജയം വരണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നപ്പം അദ്ദേഹം ഒരിക്കലും ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഡെഡ് ബോഡി കണ്ടു. ഇറ്റ് വാസ് ഒരു സ്ത്രീ മരിച്ചു. അത് വളരെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ആ മരിച്ചു കിടക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല, രണ്ടാമത് പിന്നെ നോക്കണമെന്നൊന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത വരാതിരുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, ഈ സ്ത്രീ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയാണെന്ന് എനിക്കൊരു ബോധ്യം വന്നു. അതാണ്. അപ്പോൾ അത് അദ്ദേഹം പ്രായോഗികമായി സ്പിരിച്വലി അപ്ലൈ ചെയ്തു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ ഒരു സത്യം മനസ്സിലാക്കുന്നത് വഴിയാണ് ഈ ലോകത്തിന്റെ മുഖത്താലുള്ള കറപ്ഷൻ വിട്ടൊഴിഞ്ഞ് ജീവിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പറയുകയാണ്, തൻ്റെ ഹിതം നമ്മുടെ ശുദ്ധീകരണം. അത് കഴിഞ്ഞ് പറഞ്ഞു, തൻ്റെ വേല നിവർത്തിക്കാൻ ആരെ കൊണ്ട്, നമുക്ക് ദൈവത്തെ ഉത്ബോധിപ്പിക്കാൻ. എന്ന് വെച്ചാൽ നമ്മൾ പറയുക, ഓക്കെ ദൈവമേ, എന്നെ വേറെ വല്ല കാട്ടിലെങ്ങാനും ജനിപ്പിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ ഒന്ന് മാറ്റി നിർത്തിയാൽ ഞാൻ പെട്ടെന്ന് സ്പിരിച്വലായി തീരും. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ലക്ഷ്യമല്ല, നമ്മുടെ ഈ തെറ്റായ ഒരു കാര്യത്തിനെതിരെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് അത് നീങ്ങി കിട്ടാനായിട്ട് ആഗ്രഹിക്കും. ഇത് മാറിയിരുന്നെങ്കിൽ, ആ സാഹചര്യം മാറുന്നു, ഇന്ന വ്യക്തി മാറിയിരുന്നെങ്കിൽ, ഇന്ന ബോസ് മാറിയിരുന്നെങ്കിൽ, ഇന്ന ജോലിക്ക് വരും വേറൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ സമയങ്ങൾ വെറുതെ പാഴാക്കി കളയും. അത് വരരുത്. അതൊക്കെ നമ്മൾ ഇൻഡയറക്ട്ലി വി ആർ അഡ്വൈസിങ് ഗോഡ്. നമ്മൾ അറിയാതെ തന്നെ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുക ചെയ്യുന്നത്. ഇവിടെ ഈ പാട്ടുകാരൻ പറഞ്ഞത്, നമ്മളിൽ തൻ്റെ വേല നിവർത്തിച്ചെടുക്കാൻ ഏത് സാഹചര്യമാണ് ഞാൻ ദൈവത്തിന്റെ ഹിതത്തെ എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ ജീവനെ എൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഒരു സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയുക? ദൈവത്തിന് ആർക്കും ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ. ഗോഡ് ഈസ് പെർഫെക്റ്റ് ഇൻ ഹിസ് പ്ലാനിങ്. എൻ്റെ എല്ലാ കാര്യം ചെയ്യുന്നതിലും അവൻ പെർഫെക്റ്റ് ആണ്. അപ്പം നമ്മൾ വെറുതെ ചിന്തിച്ച് കയർത്ത് കുറെ കാര്യങ്ങൾ നിരുപദ്രവകരമെന്ന് നമുക്ക് തോന്നും. കാരണം ഞാനിപ്പം അങ്ങനെ ചിന്തിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പം ദൈവമേ അങ്ങനെ ചെയ്യണം എന്നല്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ, അബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ, ഈ സാഹചര്യം ആയിരുന്നെങ്കിൽ, ഈ ജോലി മാറി വേറൊന്നായിരുന്നെങ്കിൽ, ഈ ബോസ് അല്ലാതിരുന്നെങ്കിൽ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ പുറകോട്ട് ചിലപ്പോൾ തിരിഞ്ഞു നോക്കി, ഞാൻ അന്ന് എടുത്ത കോഴ്സ് ഈ വിഷയത്തിന് പകരം അതെടുത്തിരുന്നെങ്കിൽ,
ഇത് വെറുതെ ഒരു സമയം വേസ്റ്റ് ആക്കലാണ്. ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ഭോഷത്വങ്ങളെ പോലും തന്റെ പരമാധികാരത്തിൽ ദൈവം ഓവർറൂൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുള്ളെന്നുള്ളത് തന്നെയാണ് അങ്ങേയറ്റം സത്യം. ഏതൊരു കാര്യത്തെ പോലും, എത്ര ദുഷ്ടത നിറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അതിനെ നമ്മുടെ നന്മയ്ക്കാക്കി പരിണമിപ്പിക്കാൻ തക്കവണ്ണം അതിശക്തനായിരിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് വേണ്ടി ജീവിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കുക എന്നുള്ളതിനേക്കാൾ അറിയുകയാണെങ്കിൽ നമ്മുടെ പരാതികളുടെ ഒരു വലിയ വേലിയേറ്റങ്ങളൊക്കെ അങ്ങ് നിന്നുപോകും. പരാതിയും പിറുപിറുപ്പും ഹൃദയത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ഒരു എതിർപ്പിന്റെ മനോഭാവവും, ചോദ്യം ചെയ്യലിന്റെ മനോഭാവവും, പരാതിയുടെ മനോഭാവവും, അതുപോലെ ഞാൻ ദൈവത്തിന്റെ പക്ഷത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു പോകുന്ന, നമ്മൾ അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് പറയുന്നില്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്മൾ അതാ ദൈവത്തോട് പറയുന്നത്, ഞാനാണ് ദൈവം നിന്റെ സ്ഥാനത്തെങ്കിൽ ഈ സാഹചര്യം ഇങ്ങനെയാണെന്ന് ഞാൻ അനുവദിക്കത്തില്ല, ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഇൻഡയറക്ട്ലി ഞാൻ ദൈവത്തിന്റെ കസേരയിൽ കയറി ഇരിക്കുക ചെയ്യുന്നത്. പണ്ടൊരിക്കലും ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു സഹോദരൻ്റെ, എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഒരു സഹോദരന്റെ റൂം വൃത്തിയാക്കാനായിട്ട് എന്നെ വിളിച്ചു. അത് ഞാൻ പോവാ. അപ്പൊ അവിടെ നിന്നുള്ള സംഗതി എല്ലാം കൂടെ വൃത്തിയാക്കി കെട്ടി കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ആക്കി ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന് ഞാനും കൂടെ വിളിച്ച് ഞാനും കൂടെ പോയി, ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഒക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് പല കടലാസുകളും ഇങ്ങനെ എടുത്ത് കളയുന്ന കൂട്ടത്തില് ഒരു കടലാസിനകത്ത് ഇങ്ങനെ അവൻ പഠിച്ച നോട്ട് എഴുതുന്നതിന് മുകളിൽ ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതിയിട്ട് അതിലൊരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വട്ടം ഇട്ടുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കി വട്ടം. അപ്പൊ നോക്കിയപ്പോ അതിനകത്ത് അതൊരു ദൈവത്തിന്റെ എന്തൊരു വേർഡ് കണ്ടതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ സിംഹാസനം എന്നൊക്കെ എഴുതി വെച്ചിരുന്നോണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയത്. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പം അത് പെട്ടെന്ന് കളയാൻ വെച്ച കടലാസ് ചപ്പിൽ കിടക്കുക. അപ്പൊ ഞാനത് അവിടെ നിന്ന് എടുത്തു, എന്നിട്ട് എന്റെ പോക്കറ്റിലിട്ടു, എന്തായാലും പിന്നെ വായിക്കാന്ന് വെച്ചിട്ട്. എന്നിട്ട് ബാക്കി ഇങ്ങനെ എല്ലായിടത്തും പിന്നെ മുറിയൊക്കെ ക്ലീൻ ആക്കി എല്ലാം പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പം അതിൽ എഴുതി വെച്ച ഇതാണ്: ഞാന് ദൈവത്തിന് പരാതി പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് അങ്ങനെ പരാതി പറയാനോ എന്റെ തന്നെ സാഹചര്യത്തെ വിധിക്കാനോ വേറൊരു വ്യക്തിയെ വിധിക്കാനോ എനിക്ക് അവകാശമില്ല. അപ്പം ആ വ്യക്തി ഇങ്ങനെ ചെയ്താനുള്ള അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യം അതും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. അതാണ് ആ പറഞ്ഞതിനകത്ത് എഴുതി വെച്ചത്. അപ്പൊ ഞാൻ എപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. അത് അത്യുന്നതിനോട് സമനാകാനായിട്ടുള്ള ഒരു പ്രവണതയുടെ തുടക്കമാണ് എന്നാണ് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചത്. അതെന്റെ ജീവിതത്തിൽ ഒരു കൺവിക്ഷൻ തന്നു. എന്ന് വെച്ചാൽ ഞാൻ പരാതി പറയുമ്പോഴും അതൃപ്തനാകുമ്പോഴും എൻ്റെ സാഹചര്യത്തിന്മേൽ ഈ ദൈവം വെച്ച ആ ഒരു ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും മുകളിലുള്ള സമ്മർദ്ദങ്ങളും താഴെ നിന്നുള്ള സമ്മർദ്ദങ്ങളും ഒന്നും എനിക്ക് അങ്ങ് പിടിക്കുന്നില്ല. അപ്പൊ അന്നേരം ഞാനായിരുന്നെങ്കിൽ എന്നുള്ള മട്ടിൽ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ, പറയുന്നില്ലായിരിക്കും, ചിന്തയിലാണ് കേട്ടോ ഇതെല്ലാം നടക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിന്താമണ്ഡലമാണ് പിശാചിന്റെ ഏറ്റവും വലിയ ബാറ്റിൽ ഫീൽഡ്. അവിടെയാണ് നമ്മൾ ആദ്യം ജയിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ തന്നെ ദൈവത്തിന്റെ സിംഹാസനത്തിലാണ് കയറിയിരിക്കുന്നത് എന്നങ്ങനെ എഴുതിയിരുന്നു. അതെന്റെ ജീവിതത്തോട് സംസാരിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് ഈ ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാനുള്ള ആ ആദ്യത്തെ ദൂതൻ തെറ്റിപ്പോയ സമയത്ത് അവന്റെ മനസ്സിൽ വന്ന ചിന്തകളോടുള്ള ബന്ധത്തിലുള്ള നാമ്പുകൾ നമ്മളിൽ കിടപ്പുണ്ട്. കാരണം അവൻ തെറ്റിച്ച ഒരു വർഗത്തിന്റെ പിൻഗാമിയായിട്ടാണ് ഞാനും ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അംശം നമ്മുടെ ഉള്ളിലുണ്ട്. അത് അതേപടി അത് നമ്മൾ വളരാൻ അനുവദിച്ചിരുന്നെങ്കിൽ അത് അതുപോലെ തന്നെ അങ്ങ് വലുതായി തീർന്ന് തനിപ്പിശായായിട്ട് മാറിപ്പോവായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ അങ്ങനെയൊന്നും അനുവദിച്ചിട്ടില്ല. ഇവിടെ പറയുകയാണ്, തന്റെ വേല നമ്മളിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ നമ്മൾ ആര്? ഈ ലോകത്തിന്റെ ലാഭം നനയ്ക്കാതെ നിന്റെ കണ്ണ് വേഗം തിരിക്കുക സോദര, ദൈവ തിരിഹിതം ചെയ്യാനും കാണാനായിട്ട് മുഴു ശ്രദ്ധയും വെച്ചു കൊടുക്കുക. ഈ ലോകത്തിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ പണം ഉണ്ടാക്കുന്ന കാര്യമാണ് ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ ലോകപ്രകാരമുള്ള ഒരു കംഫർട്ടബിൾ ലൈഫ് ഉണ്ട്, ഈ ലോകപ്രകാരമുള്ള ഒരു സമാധാനമുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ശ്രദ്ധിച്ച് തിരിക്കാതെ, അതുണ്ടേലും ഇല്ലേലും ഞാൻ വിചാരിക്കുന്നത് സമാധാനം ഉണ്ടാവുന്നൊക്കെ, ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകത്തില്ലെന്നാണ് അതിനെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ശ്രദ്ധ തിരിക്കുക. പിന്നെ ദൈവം തരുന്ന ജ്ഞാനം എത്ര ശ്രേഷ്ഠം,
എല്ലാം എൻ നന്മയ്ക്കായി തീർക്കുന്നു. സംഭവിച്ചിടുന്നതെല്ലാം രക്ഷയ്ക്കായി തീർക്കാൻ നാഥൻ നിയന്ത്രിക്കുന്നു. എന്റെ ഹൃദയം അത് അറിഞ്ഞിടുന്നു. ഇവിടെ പറഞ്ഞത് ദൈവം തരുന്ന ജ്ഞാനം, അതായത് ഒരു ദൈവത്തിന്റെ വിസ്ഡം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ പണിയാൻ പറ്റുള്ളൂ, സഭയം പണിയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് ധർമ്മോപദേശമല്ലത്. അത് ആ, അത് ദൈവത്തിന്റെ ഉപദേശം കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ല ഗുരുക്കളൊക്കെ ഇന്ന് ഭൂമിയിലുണ്ടല്ലോ, അതല്ലത്. അതിനേക്കാൾ അപ്പുറമായിട്ട് അന്തരാത്മാവിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നതും അകത്തെ ദൈവഹിതത്തിനെതിരായിട്ട് പൊങ്ങി വരുന്ന നുളകളെ അവിടെ തന്നെ നശിപ്പിച്ചു കളയുകയും ചെയ്യാൻ കഴിവുള്ള ഒരു ജ്ഞാനമാണ് തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആം, ആ യുവാവ് ഷെയർ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ഡെഡ് ബോഡി കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ മരിച്ചു എന്ന് മനസ്സിലാക്കുന്ന ദൈവം എന്നെ കുറിച്ച് എഴുതിയ സത്യം ഞാൻ ഗ്രഹിച്ചു കഴിയുമ്പോൾ, ഡോക്ടർമാർ എഴുതിയ കാര്യം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ബോഡി കാണാൻ പോയത്. അപ്പം ഇവിടെ ഇപ്പം ദൈവം എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന സത്യങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മരണം നടക്കും. ആ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ തരുന്ന ജ്ഞാനം എത്ര ശ്രേഷ്ഠം. പത്രോസും അതിനെക്കുറിച്ച് എഴുതി, ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം, അറിവല്ല, പരിജ്ഞാനം നിമിത്തം ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുമാറിയിട്ട് ദൈവ സ്വഭാവത്തിന് പങ്കാളികളായി തീരാൻ ഇടയാകുന്നു എന്ന് പറഞ്ഞിട്ട്, അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെയാണ് സാധിക്കുന്നത്, അല്ലാതെ വേറൊരു രീതിയിൽ അത് പറ്റത്തില്ല. അപ്പൊ ആ പരിജ്ഞാനത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ആ പരിജ്ഞാനത്തിന്റെ ഒരു തെളിവ്, എല്ലാം എൻ നന്മയ്ക്കായി തീർക്കുന്നു, സംഭവിച്ചിടുന്നതെല്ലാം രക്ഷയ്ക്കായി തീർക്കാൻ നാഥൻ നിയന്ത്രിക്കുന്നു. ഈ ഒരു പരിജ്ഞാനം നമുക്ക് ലഭിക്കും. അപ്പം സംഭവിക്കുന്നൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ആ സംഭവിച്ച കാര്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു 1000 രൂപ അങ്ങ് നഷ്ടപ്പെട്ടു, പോക്കറ്റ് അടിച്ചു പോയി. അതെങ്ങനെയാണ് എനിക്ക് അത് ചിന്തിക്കാൻ പറ്റുക? എനിക്കൊരു ഡിഫിക്കൽട്ട് ബോസിനെ തന്നു, ആ ബോസ് എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ കൊണ്ട് തന്നെ മുതലെടുത്തുകൊണ്ടിരിക്കുക. അതെങ്ങനെയാണ് ദൈവം നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവം എപ്പോഴും വേറൊരാൾക്ക് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ദൈവം നമ്മുടെ ആത്യന്തികമായ നന്മയ്ക്ക് ഇത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അതിനെ അനുവദിച്ചത്. അപ്പൊ ഞാൻ എൻ്റെ ജ്ഞാനം മാറ്റിവെച്ച് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ കീഴടങ്ങാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കാര്യം സംഭവിക്കും. എൻ്റെ ഉള്ളിൽ സമാധാനം വർദ്ധിക്കും, സ്വസ്ഥത വർദ്ധിക്കും. ദൈവത്തിന്റെ രാജ്യം, അതിന്റെ അതിരുകൾ വികസിക്കും. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പട്ടണത്തെ ആയിരിക്കും ആദ്യം ആക്രമിച്ച് അതിന്റെ ബേസ്, അവിടെ ഒരു ബേസ് അവരുണ്ടാക്കിയിട്ട് ആ ബേസ് തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങനെയാണ് അത് ആ രാജ്യത്തെ മുഴുവനായി കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവിൽ പറയുന്നുണ്ട്, അവന്റെ രാജ്യത്തിന് അവസാനമില്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് ദൈവം ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു കൃപ തന്നു. ഞാൻ അതിന് കീഴ്പ്പെടുത്തി കൊടുത്ത് അവനെ രാജാവായിട്ട് നിർദ്ദേശിച്ച് സ്വീകരിച്ചു. അപ്പം ഞാൻ ചെറിയ ഭാഗമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. വിട്ടുകൊടുത്ത് അവിടുന്ന് തൊട്ടിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ മഹത്വം കാണിച്ചു തന്നിട്ട് നമ്മളെ സ്വമനസാലെ അതിന് ബാക്കി കാര്യങ്ങളും കൂടെ കീഴ്പ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ ഫോഴ്സ് ചെയ്യല, നമ്മളെ പൊസസ് ചെയ്യത്തില്ല. പിശാചാണ് പൊസസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് വേണ്ടാത്തൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്യല്ല. എൻ്റെ വില്ല് അവന് സമർപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ, ആ ഏരിയയിൽ മാത്രമേ ഹോളി സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്കിത് വേണ്ടാന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു തീരുമാനം എടുക്കണം. ഇതെനിക്ക് നല്ലതാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം വരണം. ആ വെളിച്ചം തരുന്നതും പരിശുദ്ധാത്മാവാണ്. ഇരുട്ടിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇരുട്ടിലിപ്പം ഉപ്പും വെച്ചിട്ടുണ്ട്, പഞ്ചസാരയും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഇത് എന്താ അതിന്റെ പ്രയോജനം എന്നുള്ളത്. അത് വേറൊരു സെൻസിലൂടെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണിരുട്ടായതുകൊണ്ട് ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കൊരു സെൻസ് ദൈവം തന്ന് അതിനെ മനസ്സിലാക്കാനായിട്ട് കൃപ തരുമ്പോൾ മാത്രമേ എനിക്കതിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം എനിക്ക് പല ജ്ഞാനങ്ങൾ തരുന്നു. ആ ജ്ഞാനത്തിന് ഞാൻ കീഴ്പ്പെടുത്തി കൊടുക്കുന്നു, സമർപ്പിച്ചു കൊടുക്കുന്നു, എൻ്റെ ഇച്ഛയെ വിട്ടുകൊടുക്കുന്നു. ദൈവത്തിന്റെ ആധിപത്യത്തെ ഞാൻ അവിടെ സ്വീകരിക്കുന്നു. അപ്പൊ ആ ഏരിയയും കൂടെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഭാഗമായി തീരുന്നു. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ രാജ്യം എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വരുന്നത്. അങ്ങനെ അതിൽ ആയിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും എല്ലാം എൻ്റെ നന്മയ്ക്കായി തീർന്നുകൊണ്ടിരിക്കുന്നു. അത്രയും ഭാഗത്ത് കേട്ടോ. പിന്നെ ഇനിയും കുറച്ച് കാര്യങ്ങൾ, വേറെയും പല കാര്യങ്ങൾ കുറച്ചുകൂടെ
താരതമ്യ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെയും ഇതേ പ്രിൻസിപ്പിളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതും എനിക്ക് മനസ്സിലാവും ദൈവം എൻ്റെ നന്മയ്ക്കായിട്ടാണ് തന്നെയാ തന്നതെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ ഹൃദയം വന്ന് അറിഞ്ഞിടുന്നു. അപ്പൊ എൻ്റെ ഹൃദയത്തിലൂടെ ഞാനിത് അറിയുന്നത് വഴി എൻ്റെ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ അനുഗ്രഹീതരായിത്തീരുന്നു. ഞാൻ വിചാരിക്കാറുണ്ട് ചില ബോസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതെന്താ കാരണം വെച്ചാൽ അവര് ബോസല്ല, ചില കോവർക്കേഴ്സിന്റെ കാര്യം, അവർക്ക് തൊടുന്നതിനെല്ലാം പരാതിയാണ്. ഒരു മെഷീൻ അങ്ങോട്ട് ഓപ്പറേറ്റ് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായില്ല, അല്ല നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടായില്ലെന്ന് ഓട്ടിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അതുപോലെ. അപ്പൊ ചില കാര്യങ്ങൾ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്താനുണ്ടായിരിക്കും, അല്ലെ ഒന്നും കൂടെ ചിലപ്പോൾ റിൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും കൂടെ ചിലപ്പോൾ അത് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ തുടങ്ങി. അപ്പൊ അവർ അന്നേരം തൊട്ടേ പരാതി തുടങ്ങും, നേരമില്ലാത്ത നേരത്തെ ഇതാരെ ഇന്നലെ മെഷീൻ ശരിയാക്കി വെച്ചത്, പക്ഷെ അവർ ശരിയായിട്ട് ചെയ്തു കാണില്ല. ഇങ്ങനെ പറഞ്ഞൊരു എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എപ്പോഴും ഒരു അസ്വസ്ഥ. ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ലെങ്കിലും അവർ എന്നോടും അല്ല ഈ പറയുന്നത്. അവര് ഇന്നലെ ആരാ ചെയ്തതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ ആരോ ചെയ്ത ഒരാളെ വെറുതെ മനസ്സിൽ ഇങ്ങനെ പഴിച്ചുകൊണ്ട് അത് വായിൽ കൂടെ പുറത്തേക്ക് വരുമ്പോൾ ഞാനാണ് അടുത്തുള്ളതുകൊണ്ട് നമുക്കൊരു അസ്വസ്ഥ ജനമാക്കുന്നത്. അപ്പൊ ഞാനിന്ന് കർത്താവിന്റെ പക്ഷത്തല്ലെങ്കിൽ എന്നെ അത് അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ചിലരുടെ കൂടെ വർക്ക് ചെയ്യാൻ വളരെ സമാധാനം, അവർക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഒന്നും കൂടെ ചെയ്ത് ഒരു പീസ്ഫുൾ ആയിരിക്കും. നമ്മൾ അങ്ങനെയുള്ളവരുടെ കൂടെ ആയിരിക്കണം, അവരെ പോലെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ചെല്ലുന്ന ഒരു വീടും ഞാൻ ചെല്ലുന്ന ജോലി ചെയ്യുന്ന സ്ഥലവും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം എന്നിലൂടെ സ്വസ്ഥതയുടെയും സമാധാനത്തിന്റെയും ജീവന്റെയും ഒഴുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ പണിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ഒരു പണിയിൽ നമ്മളാകണമെങ്കിൽ സിയോൻ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ, സിയോൻ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയോൻ ദൈവത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ദൈവത്തിന്റെ കണ്ണും കാതും വെച്ചിരിക്കുന്ന സ്ഥലമാണ് സിയോൻ, ദൈവത്തിന്റെ സഭ. ആ സഭയിലേക്ക് ദൈവത്തിന് കൊടുക്കാനായിട്ട് ദൈവത്തിന് ഒരു പ്രമാണമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏതോ ഒരു വ്യവസ്ഥയുടെ കീഴിലേ ഉള്ളൂ ദൈവത്തിന് അത് ഏറ്റവും ഫലവത്തായിട്ടും മഹത്വമുള്ളതായിട്ടും തീരുള്ളൂ. ആ പ്രമാണങ്ങളെ ഗ്രഹിച്ച് നമ്മൾ അതിലേക്ക് ആയിത്തീരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് തൻ്റെ സഭയാണ്, വേറൊന്നുമല്ല. അപ്പം സഭയെ പണിയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ഈ പാട്ടിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിർത്തട്ടെ. ഈ പാട്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ ധ്യാനിച്ച് പണിയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം അതിനാൽ വളരെയധികം കാര്യങ്ങളിൽ ഒരു വിടുതലിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സ്വാതന്ത്ര്യം തരാനായിട്ട് കഴിയും. ആ സിയോൻ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, യെരൂശലേമിലെ ഞാൻ നിന്നെ മറക്കുകയാണെങ്കിൽ എൻ്റെ വലങ്കൈ എന്നിൽ നിന്ന് അറ്റുപോട്ടെ. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അത്ര ശ്രേഷ്ഠമാണ് ഈ യെരൂശലേമിനെ കുറിച്ചുള്ള ചിന്ത. നമുക്കറിയാം, 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നട്ടതാണ് അവരെ അവിടെ. 3000 അല്ല, എനിക്കത് ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങളാണ് തോന്നുന്നു. അപ്പൊ അത്രയും കാലം യെരൂശലേം അവരുടേതായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അത് പിന്നീട് ജാതികളുടെ കയ്യിലേക്ക് പോയി, അവരതിനെ ചവിട്ടി മെതിച്ചു, അതിലേക്ക് ഇനി ഇവരെ കയറ്റാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവരുടെ സംഖ്യ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുറഞ്ഞുകൊണ്ട് വന്നോട്ടിരുന്നു. പക്ഷെ എന്നിട്ടും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, യെരൂശലേമിനെ ഞാൻ മറന്നുപോയാൽ എൻ്റെ വലങ്കൈ എന്നിൽ നറ്റുപോട്ടെ. അതായത് ഓരോ യഹൂദനും, ശരിയായുള്ള യഹൂദന്റെ ഹൃദയത്തില് ജെറൂസലേം വിട്ടിട്ടുള്ള യാതൊരു കോംപ്രമൈസിനും അവൻ തയ്യാറായിരിക്കില്ല. അതുകൊണ്ടല്ല ഇപ്പോഴും ജെറൂസലേമിനെ വിട്ടുകൊടുത്തോണ്ടാണെങ്കിൽ ഒരു യഹൂദ രാഷ്ട്രം ചിലപ്പം അവിടെ ഉണ്ടാവാനായിട്ട് ബാക്കി എല്ലാവരും സമ്മതിച്ചെന്നിരിക്കും. പക്ഷെ ജെറൂസലേമിനെ വിട്ടിട്ട് ഒരു കാര്യം സംഭവിക്കുക അസാധ്യമാണ്. അതുപോലെ അവന്റെ നമ്മുടെ ഹൃദയത്തിനകത്ത്, നമ്മുടെ ക്രിസ്തീയത്തിൽ രക്ഷിക്കപ്പെട്ടു ദൈവഹിതം ചെയ്യാനും ദൈവത്തിനെ മഹത്വപ്പെടുത്താനും ദൈവത്തിന്റെ വഴി അറിഞ്ഞ് അവനെ പ്രസാദിപ്പിക്കാനും ആയിട്ട് വിളിച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലും, കർത്താവെ നിന്റെ ആത്യന്തികമായ വിളിയായിരിക്കുന്ന നിന്റെ ശരീരത്തെ പണിയാനുള്ള ആഗ്രഹത്തോടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ശോധന ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സിയോന്റെ സമ്പത്ത്, സിയോൻ ആണോ എൻ്റെ സമ്പത്ത്? സിയോന്റെ പ്രമാണങ്ങളാണോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഫലപുഷ്ടമായിരിക്കും. നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ആ സ്കൂളിലെ സ്പോർട്സിൽ അവൻ ഒന്നാമനായി എന്ന് വിചാരിക്കുക. അതേസമയം SLC അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് അവൻ ഒരു കോളേജിൽ പോകാനുള്ള മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ ആ കിട്ടിയ സ്പോർട്സിന്റെ കെയർ ഓഫിൽ കിട്ടിയ ആ മെഡൽ കൊണ്ട് എന്ത് പ്രയോജനം? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ഏരിയകളിൽ ചിലപ്പം നമുക്കും കൂടെ ഇഷ്ടമുള്ള ചില ഏരിയയിൽ വേണമെങ്കിൽ ചിലരുണ്ട് ഇങ്ങനെ ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക. ഇവിടെയാണെങ്കിൽ
തെരുവിൽ താമസിക്കുന്നവർക്ക്, വീടില്ലാതെ തെരുവുകളിൽ താമസിക്കുന്നവർക്ക് അവരുടെ കാര്യങ്ങളിൽ ചെന്ന് ഫ്രീ ആയിട്ട് ഒരു ക്ലിനിക്ക് പോലെ പരിശോധിക്കാൻ ചെല്ലുന്ന ഡോക്ടർമാരുണ്ട്, ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. ഏത് നന്മ പ്രവൃത്തി ചെയ്താലും അവർക്കൊരു സന്തോഷം അതിന്റെ ഫലമായിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. അത് വേണോ വേണ്ടോ എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു വിധത്തിൽ ദൈവത്തെ സെർവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതേസമയം ദൈവത്തിന്റെ ഹിതത്തിൽ ദൈവത്തെ സെർവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അതിൽ അതിന് ആഗ്രഹമില്ലെങ്കിൽ പോലും ആ ആ ആഗ്രഹമായിരിക്കും ആത്മാവിന്റെ ആഗ്രഹം. അതാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തെ ഇക്കാര്യത്തിൽ തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റിവെച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ കർത്താവിന്റെ ശരീരത്തെ പണിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി കർത്താവിന്റെ ശരീരത്തെ പണിയുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി തീരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ആ 7 സഭകൾക്ക് കൊടുത്ത ദൂതിനകത്തും പറയുന്നുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലും ആത്മാവിന് സഭയോട് എന്ന് പറഞ്ഞാൽ വ്യക്തികളോട് പറയാനുള്ള കാര്യമുണ്ട്, എങ്ങനെയാണ് തന്റെ ശരീരത്തെ പണിയേണ്ടെന്നുള്ളത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാലല്ലേ ആ പണിയിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ എടുക്കാം. അവിടെ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ ഞാൻ എന്റെ സഭയെ പണിയും, പാതാളത്തിന്റെ ഗോപുരം അതിനെ ജയിക്കത്തില്ല. 18-ാം അധ്യായത്തില്. ആ ഓക്കെ. ആ അവിടെ 15-ാം വാക്യത്തിന് ശേഷം ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട്. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവന് മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാൽ 2-3 സാക്ഷികളുടെ സകല കാര്യം ഉറപ്പാക്കേണ്ടതിന് 2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെ കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാനിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ ജീവിതത്തിലായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ ഈ വാക്യം ചിന്തിച്ചിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഒരു സഭയിൽ കുറച്ച് പൈസ എവിടെന്നെങ്കിലും അവിടുത്തെ സുവിശേഷ പ്രവർത്തനത്തിന് അയച്ചു കൊടുത്തു. അപ്പം പാസ്റ്റർ അവിടെ ഉൾപ്രദേശങ്ങളിലൊക്കെ വേല ചെയ്യുന്ന സഹോദരനെന്ന് വിചാരിക്കും. അപ്പോൾ പാസ്റ്റർക്ക് പെട്ടെന്ന് തോന്നി ഒരു വണ്ടി വാങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ച് അതിനേക്കാൾ അത്യാവശ്യമുള്ള പല കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ ലേഖയായിരിക്കാം, അല്ലെ ബൈബിള് കുറച്ച് കോപ്പി വാങ്ങി കൊടുക്കുകയായിരിക്കാം. അപ്പം ഈ പാസ്റ്റർക്ക് തോന്നുകയാണ്, അല്ലെ വേലക്കാരന് തോന്നി നമുക്ക് ഒരു വണ്ടി വാങ്ങിയാൽ മതി. അപ്പം അദ്ദേഹം വിചാരിച്ചു വല്ലപ്പോഴും നമ്മളവിടെ വേലയ്ക്ക് പോകുന്നുള്ളൂ, ബാക്കി സമയം എൻ്റെ കുടുംബത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് വണ്ടി അവിടെ ഒരു നല്ല വണ്ടി തന്നെ വാങ്ങി. അപ്പോൾ ഈ വാങ്ങിയപ്പം ഇതിൻ്റെ സെക്രട്ടറി അനുകൂലമായി നിന്നു. അപ്പോൾ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിനകത്ത്. പക്ഷെ സഭയിലുള്ള ചില ആൾക്കാരത് കമ്മിറ്റി അതിലുള്ളൊരു ചോദ്യം ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ആർഗ്യുമെന്റിന്റെ ഒരു ആത്മാവിൽ ആയിരിക്കാം അല്ലായിരിക്കാം. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിനകത്തൊരു ആത്മീയമായിരിക്കുന്ന ഒരു ഇതുണ്ടെങ്കിലും അതിന്റെ പിന്നിലൊരു സ്വാർത്ഥ താല്പര്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്റ്റർക്ക് അങ്ങ് ദേഷ്യം വന്നു. പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിങ്ങളെ സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കും, 2 പേര് ഐക്യമത്യപ്പെട്ടെന്ന് ചോദിച്ചാലും തരും. അപ്പം സെക്രട്ടറി അദ്ദേഹത്തിന്റെ തന്നെ ആളായതുകൊണ്ട് അവർ 2 പേരും കൂടെ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്ത സഹോദരനെ പുറത്താക്കിയാൽ അവൻ പുറജാതിക്കാരനായിട്ട് മാറുമോ, അവൻ നരകത്തിൽ പോവോ, അല്ലെങ്കിൽ അവനെ എങ്ങനെയാ ദൈവം അതിനെ കൈകാര്യം ചെയ്യുന്നത്.
അപ്പൊ ഞാൻ അവിടെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇതാണ്, അത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? അങ്ങനെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ, പാസ്റ്റർമാർ അങ്ങനെ ക്ലെയിം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ചർച്ചിൽ ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നവർക്ക് പരസ്യമായിട്ട് സഭായോഗത്തിലൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നിട്ട് ചിന്തിച്ച് കൺക്ലൂഷനിലെത്തിയത്, അങ്ങനെ രണ്ടുപേരെ ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ എൻ്റെ ഒറിജിനലൊക്കെ തപ്പിയപ്പോൾ ഇങ്ങനെ കഴിയുക, രണ്ടുപേര് ഹാർമോണിയസ് ആയി തീർന്നാൽ, അവരുടെ ഹൃദയം ഹാർമോണിയസ് ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഈ പിയാനൊക്കെ ചെല്ലുമ്പോൾ ഏത് അമർത്തിയാലും അല്ലെ പലരും കൂടി പാട്ട് പാടുമ്പോൾ ഏത് ഉപകരണങ്ങൾ പാടിയാലും ഒരേ സ്വരമായിട്ട് പുറത്തേക്ക് വരുന്നതിനെ ഹാർമണി എന്ന് പറയുന്നു. അങ്ങനെ ഹാർമോണിയസ് ആയിരിക്കുന്ന രണ്ടുപേരുടെ ചിന്തകൾ ഉണ്ടെങ്കിൽ ആ ഇത് സാധിക്കുന്ന പറഞ്ഞു അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ടുപേരുടെ ചിന്ത ഇനി എന്തിനോട് എന്നുള്ളതാണ്. അപ്പൊ രണ്ടുപേരങ്ങനെ ഒരുമിച്ച് അങ്ങ് തീരുമാനിക്കാന്ന് വിചാരിക്കും, ഞാൻ കുറച്ച് പൈസ എന്റെ ആവശ്യത്തിന് വേണ്ടി മാറ്റി വെക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ ഐക്യം വരിക എന്നുള്ള അർത്ഥത്തിലല്ലത്. ഈ രണ്ടുപേര് സ്വർഗത്തിൽ ദൈവം ഓൾറെഡി തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് അത് രണ്ടുപേർക്ക് ഒരുപോലെ മനസ്സിലാകുകയാണെങ്കിൽ ആ രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു കൊടുക്കുന്നവർ. അപ്പം നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ മാറ്റാനല്ല രണ്ടുപേർ ഐക്യമത്യം വിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെയോ ദൈവം ഓൾറെഡി തന്നെ സ്വർഗത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന തന്റെ ഹിതം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളിൽ നിന്ന് ഈ തന്റെ മക്കളിൽ നിന്ന് പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്. അത് എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? തന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് അതിനോട് ഹാർമോണിയസ് ആയിട്ട് അതിനുവേണ്ടി പൂർണ്ണമായി വിധേയപ്പെടാൻ മനസ്സ് വെച്ചുകൊണ്ട് രണ്ടുപേര് പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കും. അപ്പം അത് അത്ര വിഷമമുള്ള കാര്യമാണ്. രണ്ടുപേര് ദൈവം ഓൾറെഡി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഹിതത്തെ തിരിച്ചറിഞ്ഞ്, ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ അതങ്ങനെ, അതിനോടാണെങ്കിൽ അങ്ങനെ, ഏത് കാര്യത്തിലാണെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് ആ വിഷയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു പ്രാർത്ഥന ദൈവം നമ്മുടെ പക്ഷത്ത് നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മോശ കൈ ഉയർത്തി പിടിച്ചപ്പോഴത്തേക്ക് ഇസ്രായേൽ ജയിച്ചു, കൈ താണു പോകുമ്പം ഇസ്രായേൽ തോറ്റു. അതിനർത്ഥം ദൈവത്തിന് ഒരിക്കലും ആഗ്രഹമില്ല ഇസ്രായേൽ തന്റെ ജനം തോക്കപ്പെടണമെന്ന്. പക്ഷേ ഭൂമിയിൽ നിന്ന് എന്താ ഒരു ചെറിയ ഒരു കൈ ഒളിച്ച് പോക്കുന്ന വഴിയാണോ യുദ്ധം ജയിക്കുന്നത്? അല്ലെങ്കിൽ ദൈവത്തിന് അവിടെ എന്ത് കിട്ടാനാ? പക്ഷെ ദൈവം എന്തോ ഒരു മൂവ്മെന്റ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കാര്യപരിപാടി ഈ ഭൂമിയിൽ നടത്താനായിട്ട്. നമ്മൾ ചില അപ്പന്മാരുണ്ടല്ലോ, ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒരു 2-3 വയസ്സുള്ള കൊച്ചിനെ കൂടെ വിളിക്കും. അവനെ കൊണ്ട് വലിയ സഹായമൊന്നും ചെയ്തിട്ടല്ല, പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ ഒരു മേശ അങ്ങോട്ട് മാറ്റുക എന്നായിരിക്കും. മേശ അങ്ങോട്ട് മാറ്റാൻ നേരത്ത് ഈ 3 വയസ്സുള്ള കൊച്ചു മേശയുടെ ഒരറ്റത്ത് നീയും പിടിച്ചോന്ന് പറഞ്ഞു പിടിച്ചു കഴിഞ്ഞ് അപ്പുറത്ത് കൊണ്ട മേശ ഇട്ട് കഴിഞ്ഞാൽ അവന്റെ ശരിക്കും ചില സമയത്ത് ചിലപ്പം ഈ കൊച്ചിന്റെ ഒന്നും തന്നെ ഇല്ല, വാസ്തവത്തിൽ ഒരു നെഗ്ലിജിബിൾ ആണ്. പക്ഷേ അത് ആ അപ്പന്റെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. അത് സ്വന്തമല്ല, അവന് അതിനേക്കാളും സന്തോഷമാണ്. അവൻ ഓടി അപ്പുറത്ത് ഈ മേശ എത്തിക്കഴിഞ്ഞാൽ ഓടി അമ്മ എടുത്ത് നിന്നിട്ട് പറയും, ഞാൻ ആ മേശ അവിടെ കൊണ്ടുപോയി ഇടാൻ സഹായിച്ചു. അതിലൊരു സംതൃപ്തി അടഞ്ഞുകൊണ്ട് അവൻ ആ അമ്മയുടെ അടുത്ത് അവന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാണാറില്ലേ? എന്ന് പറഞ്ഞ പോലെ സ്വർഗത്തിലെ ദൈവത്തിന് തന്റെ മക്കള് അവന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ ഹൃദയം കൊണ്ട് ഏകീഭവിക്കുകയും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അറിഞ്ഞ് അവന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ, അങ്ങനെയുള്ള രണ്ടുപേർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ദൈവത്തിന്റെ എസ്റ്റാബ്ലിഷ്ഡ് വില്ലിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളം ഉണ്ട്? ഞാൻ എങ്ങനെ പാപത്തെ ജയിക്കണം എന്നാണ് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തത്? യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് അനാദികാലം മുതൽ നിർണയിച്ചിരുന്ന മർമ്മത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തിയെന്ന് പൗലോസ് പറയുന്നുണ്ട്. അനാദികാലമായിട്ട് മറഞ്ഞു കിടന്നിരുന്ന മർമ്മം എന്നാണ് പറഞ്ഞു. അപ്പം അത്രയോ പേര് ദൈവത്തെ അന്വേഷിച്ചെങ്കിലും അവർക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഉള്ളില് ഒരു ചിന്ത നമുക്കുണ്ടോ? ഈ പഴയ നിയമകാല വിശുദ്ധന്മാർക്ക് ഒന്നും മനസ്സിലാകാൻ പറ്റാത്തതും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പിലൊക്കെ നിന്ന് അവനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ദൈവദൂതന്മാർ പോലും ഇതെന്താണ് ആകാംക്ഷയോടെ കുനിഞ്ഞു നോക്കുന്നതായ ഈ ദൈവിക മർമ്മത്തിന്റെ വ്യവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടോ? വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റൂട്ടുണ്ട്. ഈ വ്യവസ്ഥ ഇന്നതെന്ന് അറിയാനായിട്ട് എനിക്ക് അപ്പസ്തോലത്വം ലഭിച്ചു എന്നാണ് പൗലോസ് പറഞ്ഞത്. നമുക്കതിനെക്കുറിച്ചൊരു ബോധമുണ്ടോ? പൗലോസിന് കിട്ടിയ അപ്പസ്തോലത്വം എന്താണ് ഈ വ്യവസ്ഥ? ആ വ്യവസ്ഥയുടെ കീഴിൽ ആണോ ഞാൻ? അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് എത്രത്തോളം ഗ്രാഹ്യമുണ്ട്? ഞാൻ ദൈവഹിതം ചെയ്യാനായിട്ടാണ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്.
പക്ഷേ ഈ ദൈവ വ്യവസ്ഥയോടും ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്തോടുമുള്ള ബന്ധത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു സഹോദരന്മാരെ? അതോ നമ്മളും കുറച്ച് ലോസ് ആൻഡ് റൂൾസ് ഒക്കെ മനസ്സിലാക്കിയോ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇപ്പം സാഗ്ബാറിന്റെ കൂട്ടായ്മയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ക്രൂശ് എടുക്കണം, അത് നേരത്തെ അധികം കേട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ക്രൂശിന്റെ കാര്യം മനസ്സിലായി. ഓക്കെ, കുറച്ച് സെൽഫൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റണം, അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണോ? അങ്ങനെയാണെങ്കിലും നമ്മൾ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം സാഗ്ബാർ അതല്ല, അത് സാഗ്ബാറിന്റെ ഏതോ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് നമ്മളെ ഉയർത്തിപ്പിടിച്ചും അവിടേക്ക് പോകാനുള്ള വഴിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ക്രൂശ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ പോവുകയാണെങ്കിൽ നീ പെൻസിലും ബുക്കും എടുക്കണം നമ്മൾ പറയല്ലേ പിള്ളേരോട്. പെൻസിലും പേനയും ബുക്കും എടുക്കാതെ എന്തിനാ സ്കൂളിലേക്ക് വേണമെന്ന് ചിലപ്പോൾ സാർമാർ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അവിടെ പോവാന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ നമ്മുടെ ക്രിസ്തീയത്തിൽ ആ ലക്ഷ്യമാണ് നമുക്ക് വെച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ അനുഭവം അത് എൻ്റെ കയ്യിൽ എപ്പോഴും വേണം. അത് ആ ലക്ഷ്യമെങ്കിൽ. അപ്പൊ അത് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലക്ഷ്യം സ്കൂളിലേക്ക് പോകുന്ന വേറെ എന്തിനാ പോയെന്നുള്ളത് പറയുന്നവരുണ്ട്. പണ്ട് എൻ്റെ ക്ലാസ്സിൽ സാറുണ്ട്, അദ്ദേഹം ചോദിക്കും, നീ ഇവിടെ ചിരവില്ലാതെ നീ എന്തിനാ ചിരയ്ക്കാൻ വന്നതെന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതായത് ഈ മെയിൻ കാര്യം മറന്നു പോയച്ചു പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണ്, എനിക്ക് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തേച്ചും എനിക്ക് എന്താണ് ക്രിസ്തു എന്നിൽ പണിയാൻ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ സ്കൂളിൽ ചേർത്തിരിക്കുന്നത്, ഈ ചർച്ചിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വഴിയിലാക്കിയിരിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു പരിജ്ഞാനം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് കൂടുതലായിട്ടൊന്നും നമ്മളെ പണിയാൻ പറ്റില്ല. അപ്പൊ ഇത് കിട്ടണം. അപ്പൊ ഇവിടെ പറഞ്ഞത് രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, രണ്ടുപേർ ഹൃദയം കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി മനസ്സ് വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത് സാധിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ ആ രണ്ടുപേരെ ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ളൊരു കാര്യമാണ്. ഹാർമോണിയസ് ആകുക, എഗ്രി ചെയ്യല്ല, ഹാർമോണിയസ് ആകുക. അങ്ങനെ ചെയ്യുന്ന ഒരു ചർച്ചിന്റെ മേൽ പാതാളത്തിന്റെ ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. പിശാചിന്റെ പണികൾ അഴിഞ്ഞു പോകും. പിശാചിന്റെ പണി അഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിശാചിന്റെ തന്ത്രങ്ങൾ വിലപ്പോവുകയില്ല, അത് എക്സ്പോസ്ഡ് ആവും, അത് വെളിപ്പെട്ടു പോകും, അത് തുറന്നു പോകുന്നു. ഇപ്പൊ ഒരാളെന്നെ ചതിക്കാനാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നത്, എന്നെ വശത്താക്കാനാ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ അയാൾ തരാൻ പോകുന്ന ഗിഫ്റ്റ് പിന്നെ നമ്മൾ വാങ്ങത്തില്ല. അഥവാ ആ ഗിഫ്റ്റ് അയാളുടെ കൈ കൊണ്ടു തന്നെങ്കിൽ, ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ബ്രദറെ, സഹോദരൻ തന്നെയായിരുന്നു, സഹോദരൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സംശയം തുടങ്ങി. ചർച്ചിലാത്ത അദ്ദേഹം എന്നിലൂടെ ഒരു സ്വാധീനം, എന്നെ സ്വാധീനിപ്പിച്ചിട്ട് ചർച്ചിലൊരു സ്വാധീനത്തെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് അദ്ദേഹം എന്തെങ്കിലും കൈ തന്നെ ആയാലും പൈസ മുടക്കിയിട്ടൊക്കെ ചെയ്യും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനപ്പോൾ അതെന്ത് ചെയ്യും? അപ്പൊ അത് മുൻകൂട്ടി കണ്ടിട്ട് അങ്ങനെ ഒരു സ്വാധീനം ചർച്ചിന്റെ മേൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകിൽ അതിന്റെ പൈസ കണക്കാക്കി വേറൊരു ഗിഫ്റ്റ് ആയിട്ടോ ഏതെങ്കിലും വിധത്തിൽ അത് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്ന രീതിയിലാക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് വെളിപ്പെടുകയും ചെയ്തു, സഹോദരൻ ചർച്ച വിട്ടുപോവുകയും ചെയ്തു. അപ്പം നേരത്തെ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പോയപ്പം വലിയ ഷെയ്ക്കൊന്നും ചർച്ചയ്ക്ക് വരുത്താൻ പറ്റിയില്ല, ആരെയും കൊണ്ടുപോകാനും പറ്റിയില്ല. അല്ലെങ്കിലോ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അയ്യോ ഇത്ര നല്ല സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ആൾക്കാരങ്ങ് ഇതായിപ്പോവും. അദ്ദേഹം പറയുന്ന വല്ല കാര്യമുണ്ടെന്ന് ചിന്തിച്ചു പോയെന്നിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ ചുരുക്കം ഇത്ര ഉള്ളൂ പറയാം. നമ്മൾ ഒന്നിനാലും സ്വാധീനിക്കപ്പെടാൻ വയ്യാത്ത രീതിയിൽ, ഇല്ലാത്ത രീതിയിൽ നമുക്ക് പോകാനായിട്ടുള്ള ഒരു ആന്തരികമായിരിക്കുന്ന എന്തോ ഒരു നടത്തിപ്പിന് നമ്മൾ വിധേയമാകണം. നമ്മുടെ സ്വന്തം യുക്തിയുടെയും ചിന്തകളുടെയും വചനത്തിന്റെ തന്നെ ഇന്റർപ്രിട്ടേഷനിലും ഒക്കെ പോയിട്ട് നമ്മൾ ദൈവഹിതം മിസ് ചെയ്തു പോകാൻ നമ്മൾ ഇടയാവരുത്. കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്ന ആത്മാവിൽ നിന്നൊരു തിട്ടം പ്രാപിച്ചിരിക്കണം. ആ തിട്ടത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്, എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാണോ. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കർത്താവിന് തന്റെ സഭയെ പണിയാനായിട്ട് പറ്റും. സഭയെന്ന് പറയുന്നത് വെറും ഒരു കൂടിവരവിന്റെ കൂട്ടങ്ങളല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് മോനൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ പാതാളത്തിന്റെ ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയായിരിക്കും, അതായത് പിശാച് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന കെട്ടുകളൊക്കെ അഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ പിശാച് നമ്മളെ കെട്ടിവെച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ ജഡം അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട് കിടക്കുക, അതിനി അഴിച്ചെടുക്കണം. ആ അഴിച്ചെടുക്കുന്ന പണിക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാ എനിക്ക് ദൈവത്തിൽ മുന്നേറാനായിട്ട് പറ്റുക?
ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മുന്നേറണമെങ്കിൽ ദൈവ വ്യവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പെടലുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിന്റെ വ്യവസ്ഥ എന്നാന്ന് കൂടുതൽ കൂടുതൽ അറിയുന്ന അളവിലല്ലേ എനിക്ക് അതിലേക്ക് കീഴ്പ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് ദർശനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായ തുടർമാനമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ പോകണം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ ചർച്ചിൽ ഇങ്ങനെ പറയാനിടയിൽ തീർന്നത്, സഹോദരന്മാരെ, സാഗ്ബറിന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ക്ലബ്ബല്ല ഇത്. ഇത് കർത്താവിന്റെ ശരീരമായിട്ട് പണിയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു 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 കൂട്ടം ആൾക്കാരാണ് ഇവിടെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ വന്നു ചേരാം. അതല്ല, എനിക്ക് നല്ലൊരു മെസ്സേജും അതേ സ്റ്റാൻഡേർഡിലുള്ളൊരു മെസ്സേജ് ഇങ്ങനെ കേട്ടിട്ട് പോവുക, പിന്നെ എൻ്റെ വഴിക്ക് ഞാൻ പോവുക, പിന്നെ അടുത്ത ആഴ്ച വന്നു, അടുത്ത ആഴ്ച സൗകര്യം ഉണ്ടെങ്കിൽ വന്നു, വന്നില്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വന്നു, പിന്നെ ഒരു 3-4 ആഴ്ച തുടർച്ചയായിട്ട് ഇവിടെ വന്നു, പിന്നെ ആളെ കാണുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു സ്റ്റൈലല്ലത്. നിങ്ങളൊരു ചർച്ചിലേക്ക് ഇവിടെ ഒരു പണിയാണ് നടക്കുന്നത്. ആ പണിക്ക് പ്രയോജനമില്ലെങ്കിൽ ജോലി മെനക്കെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് പറയില്ല, നിങ്ങൾ വരണ്ട. നമ്മൾ ചിലപ്പം വീട് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ചിലർ സഹായിക്കാനായിട്ട് വരും. ആ ആൾ വരുന്നത് വഴി നമുക്ക് ഉള്ള സമയം കൂടെ പോവുകയുള്ളൂ. വല്ല ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അതിനേക്കാളേറെ അദ്ദേഹം നമ്മുടെ പണി മെനക്കെടുത്തുകയായിരിക്കും ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന തന്നെ അവർ വരാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ അവർ നമുക്ക് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവർക്ക് ദർശനമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണം. അല്ല, ഇവിടെ എന്തിനാ ഈ കല്ല് വെച്ചത്, അവിടെ എന്തിനാ അത് വെച്ചത്, അപ്പൊ അത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അങ്ങനെ അതിനാണ് അവിടെ ഇന്നൊരു ന്യൂനതയുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് കൊടുത്തതാണ്. അപ്പൊ അയാൾക്ക് അത് ബോധ്യമായി. ഓക്കെ, അപ്പൊ അതിനെ ആഗ്രഹിച്ചു. ഇങ്ങനെ എത്ര നാൾ ഇങ്ങനെ പോകാൻ? അയാൾ തന്നെത്താനെ അതൊക്കെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ, ദൈവത്തിൽ നിന്ന് തന്നെ അങ്ങ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് പണിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു പണിയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളവരോട് ഇങ്ങനെ പറയാനായിട്ട് തീർന്നു. നമ്മളൊരു ശരീരത്തെ പണിയാനായിട്ടാണ് സാഗ്ബറിന്റെ അപ്പസ്തോലികത്വമായ ദർശനം. സഭ എപ്പോഴും അടിസ്ഥാനം പണിയുമ്പോഴത്തേക്ക് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും, ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരെയും അടിസ്ഥാനമാക്കി ഉപയോഗിച്ച് തന്റെ സഭയെ കെട്ടിപ്പടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഇവാഞ്ചലിസ്റ്റിനെ എടുക്കുമെന്നല്ല പറഞ്ഞ്, ഈവൻ ടീച്ചേഴ്സിനെയും അല്ല പറഞ്ഞ്. കാരണം ടീച്ചർ ഈസ് എക്സ്പ്ലെയിനിങ് ദ തിങ്സ്, അതിൻ്റെ ഒരു കാര്യങ്ങളുടെ പറയുള്ളൂ. പക്ഷെ ഉള്ളിലെ ദൈവത്തിന്റെ ഭാരത്തെ പങ്കിടാൻ ടീച്ചേഴ്സിന് പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പ്രവാചകന്മാർ നിർബന്ധമായിട്ടും അവർക്ക് അതുണ്ടായിരിക്കും, അല്ലെ അവർക്ക് പ്രവാചകനായിരിക്കാൻ പറ്റില്ല. പ്രവാചകന്മാർ എപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിന്നായിരിക്കും സംസാരിക്കുന്നത്. മറ്റുള്ളവർ എപ്പോഴും കാര്യങ്ങളുടെ വിശകലനമായ ഒരു പഠനമായിരിക്കും. അതിനെ ചിലപ്പോൾ അവരുടെ ഹൃദയം അതിന്റെ പിന്നാലെ പോയിക്കൊള്ളണമെന്നുമില്ല. അവർ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുകയും ചെയ്യും. ശരിക്കും പരീക്ഷന്മാരെ കുറിച്ചോ യേശു പിന്നെ പറഞ്ഞല്ലോ, ശാസ്ത്രിമാരെ കുറിച്ചൊക്കെ അവർ പറയുന്നത് നിങ്ങൾ കേട്ടോ, പക്ഷെ അവർ ചെയ്യുന്ന പോലെ ചെയ്യരുതെന്ന്. അപ്പൊ അതുപോലെ ഉള്ള ഒത്തിരി ടീച്ചേഴ്സ് നമുക്കുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഭാരം ഏറ്റെടുത്ത് നമ്മളോട് പങ്കുവെക്കാൻ ദൈവം നിയോഗിച്ച് ഉയർത്തിയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയണം. അവരെ അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മൾ വിധേയപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ സഭയെ നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ ദൈവം ചില ഭാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാരങ്ങളെ തിരിച്ചറിഞ്ഞ് അത് തന്നെയാണ് എൻ്റെയും ഭാരമെന്ന് ദൈവാത്മാവ് എന്നെക്കുറിച്ച് ഒരു വെളിപ്പാട് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടോ എൻ്റെ സിറ്റിയിൽ നിന്ന് അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയാൽ ആ കൂട്ടായ്മയ്ക്ക് ഞാൻ അവിടെ പോവുകയും അവിടെ ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ അവിടെ ഞാൻ ശരിക്കും ഒരു മെമ്പറായിട്ട് അവിടെ ഒരവയവമായിട്ട് തീരാനായിട്ട് നമ്മൾ തുടങ്ങണം. അവയവമായി തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടായ്മയിൽ എപ്പോഴും പ്രസന്റ് കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഒരു കൂട്ടായ്മയും മുടക്കാതെ ഞാൻ പ്രസന്റ് കൊടുത്താലും ഞാൻ അതിൻ്റെ അവയവമാകണമെന്നില്ല. ആ സഭയിൽ ഒഴുകുന്ന മെയിൻ ജീവനോടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ആ ജീവൻ കടന്നു വരണം. അതെൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഈ ആത്മാവ് ചലിക്കുന്നിടത്തൊക്കെയും ഈ പ്രവാഹമുള്ളിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ഉണ്ടായിരുന്നു. അതൊരു ജീവന്റെ തുടിപ്പാണ്. അതെൻ്റെ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി പോകണം. ഓരോ സഭായോഗത്തിലും ദൈവത്തിന്റെ പ്രവാചകന്റെ ആത്മാവുള്ളവർ, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ഹൃദയത്തെ മനസ്സിലാക്കുന്നവർ, അവന്റെ ഭാരത്തെ തിരിച്ചറിഞ്ഞ് തന്റെ ജനത്തിന് നൽകുന്നവർ. അവർ പലപ്പോഴും നിന്ദിതരായിരിക്കും. അവർ പലപ്പോഴും അവർക്ക് ആകർഷണീയമായ വ്യക്തിത്വങ്ങൾ കണ്ടെന്ന് വരികയില്ല. അവരുടെ വാക്കുകളൊക്കെ ചിലപ്പം വിക്കന്മാരുടെ വാക്കായിരിക്കും അവരുടേത്. അവർ ചിലപ്പോൾ പ്രായത്തിൽ കുറഞ്ഞവരും ആയിരിക്കാം, ജെറമ്യാവിനെ പോലെയുള്ളവർ. പക്ഷേ അവര് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം ഏറ്റെടുത്ത്
ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നവരായിരിക്കും. അവർക്ക് പ്രതിഫലങ്ങളൊന്നും കാണുകയില്ല. അവരുടെ പ്രതിഫലമൊക്കെ മരിച്ച ശേഷം അവർക്ക് കിട്ടത്തുള്ളൂ. ഈ ഭൂമിയിൽ അവർക്ക് മാന്യതകളൊന്നും കണ്ടെന്ന് വരികയില്ല. ജനം അവരെ ആദരിക്കുകയുമില്ല. ആ, ആദരിക്കാനും സാധ്യതകളില്ല, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ, അവരുടെ ജീവൻ ആ, ക്രിസ്തുവിന്റെ ജീവനോട് വളരെ വളരെ അടുത്തടുത്ത് നിൽക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ തുടുപ്പുകളായിരിക്കും അവരിലൂടെ പുറത്തേക്ക് വരുന്നത്. അവരിലൂടെ ഒഴുകുന്ന ഭാരവും യേശുവിന്റെ ഭാരമായിരിക്കും. അപ്പൊ അത് കേൾക്കാനായിട്ട് ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിൽ സ്പർശിത ഉള്ളതാണെങ്കിൽ അത് കേൾക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആകർഷണം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചർച്ചിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ ചർച്ചിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ചിന് നമ്മൾ അവിടെ നടത്തുന്നവർക്ക് നമ്മൾ വിധേയപ്പെട്ടിരിക്കണം. അവിടെയുള്ളവർക്ക് നമ്മളെ നടത്താൻ അനുവദിച്ചു കൊടുക്കണം. നമുക്കറിയാമല്ലോ, നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ ഡ്രൈവർ, അല്ലേ? എല്ലാവരും ഡ്രൈവർമാരായാലോ അത് ശരിയാവത്തില്ല. അതുപോലെ എല്ലാവരും പൈലറ്റ് അല്ലല്ലോ വിമാനത്തിൽ പോകുമ്പോഴും. അതുപോലെ നമ്മൾ ബാക്കി കയറുന്നവരൊക്കെ ആ പൈലറ്റിനും അല്ലെങ്കിൽ ആ ഡ്രൈവർക്കും അയാൾ ഇന്ന സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈ വണ്ടി അങ്ങോട്ടാണ്, ഞാൻ അവിടെയാണ് എത്തിക്കുന്നത്, എനിക്ക് റൂട്ടറെ ഞാൻ അവിടെ എത്തിക്കാമെന്ന് നമ്മോട് അവര് വാക്ക് തരുന്നു, അല്ലെങ്കിൽ അവരെ എടുത്തിരിക്കുന്ന സ്ഥാപനം നമുക്ക് വാക്ക് തരുന്നു. അത് വിശ്വസിച്ച് നമ്മളവിടെ കയറിയിരിക്കുന്നു. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞ് പല റൂളുകൾ പറയുമ്പോൾ, വിമാനത്തിലാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നടക്കുന്നില്ല. ബെൽറ്റ് ഇട്ടിരിക്കാൻ പറയുമ്പോൾ ബെൽറ്റ് ഇട്ടിരിക്കുന്നു. എല്ലാം നമ്മൾക്ക് അലോട്ട് ചെയ്ത സീറ്റപ്പ് ഇരിക്കാൻ പറയുമ്പോൾ അവിടെ ഇരിക്കുന്നു. എന്തോ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമുക്ക് ചിലപ്പം വ്യത്യസ്തമായ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ ലക്ഷ്യം നമ്മൾ മുറുകെ പിടിച്ചിട്ട് പോവുക. അപ്പൊ ചർച്ചിനോടുള്ള ബന്ധത്തിൽ സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിൽ ഒരു ആന്തരിക ദർശനമുണ്ടോ? ദർശനം ഉണ്ടെങ്കിൽ, ഞാൻ സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ സഹോദരിമാരെയും കൂടെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ദർശനമുണ്ടോ? ആ ദർശനം ഉണ്ടെങ്കിൽ ആ ദർശനത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ഒഴുക്കിനെ, ചർച്ചിൽ വരുന്ന ഒഴുക്കിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ചർച്ചിൽ തന്നെയും നിങ്ങൾ വിശേഷാൽ പ്രവചിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ നിങ്ങൾ കൂടി വരുമ്പോൾ പങ്കുവയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഹൃദയത്തിൽ ഇപ്പൊ എല്ലാവർക്കും റൂൾഡ് ലൈനിൽ തന്നെ എഴുതാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എഴുതുമ്പം വളഞ്ഞും തിരിഞ്ഞും മോളിൽ നിന്ന് തുടങ്ങി ചിലപ്പോൾ ഇങ്ങേ അറ്റത്ത് കോണിലായിരിക്കും അവസാനിക്കുന്നത്. കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ അക്ഷരങ്ങൾ എഴുതാൻ നേരത്ത് അവർക്കും നന്നായി അതുപോലെ ആ ബോർഡെ കണ്ടതുപോലെ എഴുതണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങ് എഴുത്ത് വരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നല്ല ഹൃദയമുള്ളവരാ, പക്ഷെ നമുക്ക് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ 1-2 പ്രാവശ്യം തോറ്റ് കഴിയുമ്പോഴത്തേക്കും ചെന്ന് ടീച്ചറോട് ചോദിക്കുന്നത് എങ്ങനെയാണ് എഴുതുന്നത്, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആരാണോ ഹമ്പിൾ ചെയ്യുന്നത് അവരെ ടീച്ചർ സഹായിച്ചു കൊടുക്കും. ചോദിക്കാത്തവനെ ചിലപ്പം ടീച്ചറെ കണ്ടുപിടിച്ചെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അറിയത്തില്ല, അവൻ ആ തെറ്റുമായിട്ട് നടക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ നടത്താനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ചില വ്യക്തികൾ, ഉയർത്തിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവര് സ്വമനസാലെ അത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടത്തില്ല. എന്നുവെച്ചാൽ അവർ സ്വമനസാല എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുക, നമ്മളത് കണ്ടെത്തുന്നത്. ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സ്വമനസാലെ കീഴ്പ്പെട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആ സ്പിരിച്വൽ അതോറിറ്റി നമുക്ക് വരുന്നത്. വേറൊരു വലിയ സബ്ജക്റ്റായി സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറയുന്നത്. ആത്മീയ അധികാരങ്ങളുള്ളവരായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ നിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഇൻഡിവിജ്വലി ഉണ്ട്, കലക്റ്റീവ്ലി ഉണ്ട്. ചർച്ച് എന്നെ സംബന്ധിച്ചോളം കലക്റ്റീവായിട്ടുള്ള അതോറിറ്റി ഉണ്ട്, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതോറിറ്റി ഉണ്ട്. ദൈവത്തിന്റെ അധികാരത്തെ ഞാൻ ഈ പറയുന്ന കേട്ടോ, അതൊരു മാനുഷികതയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന നല്ലത്. അല്ലെങ്കിൽ എൻ്റെ സ്വരത്തിന്റെ ഗാംഭീര്യം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വം കൊണ്ടോ ഒന്നും അല്ല അത് വരുന്നത്. അത് കർത്താവ് എന്നെ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന കാര്യം. ദൈവത്തിന് എന്നെ ബാക്ക് ചെയ്യാൻ പറ്റണം. നമുക്കറിയാമല്ലോ, നമ്മൾ തന്നെ വിശ്വസ്തരായ ഒരാളെ നമ്മൾ ബാക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകും. അതുപോലെ ദൈവവും ചിലപ്പം നമ്മളെ ബാക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിനൊരു ഉറപ്പ് നമ്മളെക്കുറിച്ച് കിട്ടണം. ദൈവത്തിന് ഉറപ്പുണ്ട്, പക്ഷെ നമ്മളെ കുറിച്ച് തന്നെ ദൈവം അങ്ങനെ നമുക്കൊരു എങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് വേണം. അങ്ങനെയുള്ളവർ ദൈവം ബാക്ക് ചെയ്യുന്നു. അപ്പം നമ്മളെ ദൈവം ബാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മറ്റൊരാളുടെ ഹൃദയത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു ബോധ്യം കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ആത്മീയ അധികാരങ്ങളോടുകൂടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനി ഈ സ്പിരിച്വൽ അതോറിറ്റി നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? സ്പിരിച്വൽ അതോറിറ്റി ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടുന്നത് വഴിയാണ്. അതുകൊണ്ട് അധികാരങ്ങളെ സ്പർശിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് ആദ്യം മാതാപിതാക്കളായ അല്ലെങ്കിൽ അതിനു മുമ്പ് പിശാച്
ആയിത്തീർന്ന ദൂതനുണ്ടല്ലോ, ആ ദൂതൻ ദൈവത്തെ പോലെ സമനാകാനായിട്ട് ആഗ്രഹിച്ച് മത്സരിച്ച് പോയത് വഴിയാണ് അവൻ ആ ഒരു സ്പിരിറ്റ് കിട്ടിയത്. ആ സ്പിരിറ്റാണ് ഔവയ്ക്ക് കൊടുത്തത്. അത് പിന്നെ അങ്ങനെ മനുഷ്യവർഗത്തിന് മുഴുവൻ കയറിപ്പറ്റി. റെബലിൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നേച്ചറാണ്. ഒരു കുഞ്ഞു കുട്ടി തന്നെ ഒന്ന് ഇഴയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവന് ഇഷ്ടമുള്ളത് എടുക്കരുതെന്ന് പറഞ്ഞ് പിന്നെ അവിടെ തന്നെ പോയി എടുക്കുന്നു. എവിടെ നോക്കിയാലും ആ റെബലിൻ്റെ ആ ഒരു ആത്മാവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എടുത്ത് ദൂരെ കളയാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ നമ്മൾ എംബ്രേസ് ചെയ്യണം, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യണം, കെട്ടിപ്പിടിക്കണം, അതിനെ സ്വമനസാലെ സ്വീകരിക്കണം. അപ്പോൾ ചെറുതാവാനായിട്ട് എപ്പം നമുക്ക് പറ്റുന്നോ അപ്പോൾ ഒക്കെ നമ്മളങ്ങ് ചെറുതാവണം. അത് തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താണ്, ആത്മാവിൻ്റെ അഭ്യസനം ലഭിച്ചവർക്ക് അത് പിന്നീട് സന്തോഷമായി തീരും. ആ ഒരു അഭ്യസനത്തിൻ്റെ കീഴിൽ കുറച്ച് നാൾ ആയി തീർന്നു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒരു സൈക്കിൾ ഓടിക്കുമ്പം ആദ്യം ബാലൻസ് ചെയ്യാൻ എന്തൊരു വിഷമോ, നമുക്ക് എന്തൊരു ഭയമാണ്, ഇപ്പോൾ വീഴും നമ്മൾ വിചാരിക്കും. പിന്നെ കുറച്ച് ഓടിച്ചു കഴിയുമ്പം നമ്മൾ അതിനോട് പരിചയമാവും. അതുമല്ല, നമ്മൾ തന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നമുക്ക് സൈക്കിൾ ഓടിക്കുന്നത് നമുക്കൊരു സന്തോഷമാണ്. അതുപോലെ ആത്മീയ ജീവിതത്തിലും ഒരു അതോറിറ്റിയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. അത് ചർച്ചിലും ഉണ്ട്. ചർച്ചിലുള്ള ആത്മീയ അധികാരം മാത്രമല്ല, ജോലി സ്ഥലത്തുള്ള ആത്മീയ അധികാരങ്ങളുണ്ട്. പലപ്പോഴും ജോലി സ്ഥലത്തെ ആത്മീയ അധികാരങ്ങളാണ് നമ്മൾ കൂടുതൽ അനുസരിക്കുക. കാരണം പൈസ നഷ്ടപ്പെടുമല്ലോ, അല്ലെ ജോലി നഷ്ടപ്പെടും. ആത്മാവിൽ നമുക്ക് നഷ്ടം വരുന്നത് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആത്മീയ അധികാരങ്ങളെ പലപ്പോഴും അനുസരിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല. സഹോദരിമാരെ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഇവിടെ സന്തോഷ് പൂനൻ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ചില വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്പിരിച്വൽ അതോറിറ്റി കൂടുതലും സഹോദരിമാർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബ്രദർ പറഞ്ഞ കാര്യം, ആണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കീഴ്പ്പെടാൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ പ്രഥമ ദൃഷ്ടിയാണ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ ആരും അവരുടെ മേലൊരു അധികാരം നടത്തുന്നില്ല. പക്ഷേ ഭാര്യ 24 മണിക്കൂറും വീട്ടിലാണ്. എന്ത് കാര്യം ചോദിച്ചാലും ഭർത്താവിനോട് ചോദിച്ചിട്ടേ പറ്റത്തുള്ളൂ, പുരുഷൻ തലയായിരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് അവൾക്ക് കൂടുതൽ അവസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും റെബല്യസ് സ്പിരിറ്റിനെ മാറ്റിക്കളയാനായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തക്കതായി പ്രയോജനപ്പെടുത്തിയ ഒരു സഹോദരിക്ക് ആത്മീയ അധികാരം ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് ഒരു ഭവനത്തിൽ ഉണ്ടായിരിക്കും. അപ്പം സ്പിരിച്വൽ അതോറിറ്റി എനിക്കാന്നും പറഞ്ഞുകൊണ്ട് നാളെ തൊട്ടിട്ട് ഭർത്താവിൻ്റെ സ്ഥാനം ഭാര്യ കൈയടക്കും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്പിരിച്വൽ അതോറിറ്റി ഉള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വെളിച്ചം ഇരുട്ടുള്ളൊരു സ്ഥലത്തേക്ക് പ്രകാശിപ്പിക്കാനായിട്ട് അത് കഴിയും. അപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിൽ, മക്കളുടെ ബന്ധത്തിലാണെങ്കിൽ ഭർത്താവിനും വെളിച്ചം കൊടുക്കും. നമ്മൾ തന്നെ ആ ഒരു വിവാഹത്തിൻ്റെ പാട്ട് പാടുന്നതിനകത്തുണ്ടല്ലോ, ഭർതൃവിധേയ ജീവിതത്തിൽ ഭാര്യ നേടും മകൾ സ്വാതന്ത്ര്യം, സർപ്പത്തിൻ്റെ തല തകർത്തവൾ ഭക്ഷിച്ചിടും അദൃശ്യമന്ന. അതായത് പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനമാണ് സ്വർഗത്തിലുള്ളതും അദൃശ്യമായിരിക്കുന്നതായിട്ട് മന്ന. ദൈവത്തിൻ്റെതായ ഒരു ഭക്ഷണത്താൽ അവൾ പോഷിപ്പിക്കപ്പെടുന്നു, അവളുടെ ആത്മാവ് പോഷിപ്പിക്കപ്പെടുന്നു. തൽഫലമായി അവളുടെ ജീവിതത്തിൽ അവളോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അവൾ വെളിച്ചം നൽകുന്നു, ഇൻക്ലൂഡിങ് തൻ്റെ കാന്തനും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇരുളാന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ആത്മീയ അധികാരം കൂടുതലുള്ള ആൾക്കായിരിക്കും സാധിക്കുന്നത്. അത് സഹോദരിക്കാണ് ആ ഭവനത്തിലെങ്കിൽ സഹോദരി പറയുമ്പോഴായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് അത് പാപബോധം ഉണ്ടാകുന്നത്. അസമയം ഭർത്താവ് തൻ്റെ അധികാരം കീഴ്പ്പെടുത്തിയും ഒക്കെ പോകുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിനായിരിക്കും അത് കൂടുതൽ അധികാരം ഉണ്ടാകുക, ആത്മീയ അധികാരം. അപ്പോൾ ആത്മീയ അധികാരം എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറൊരാളുടെ ഹൃദയത്തിൽ ഉള്ള ഇരുള് നീങ്ങിപ്പോകും നമ്മൾ ആ വ്യക്തിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക്. അദ്ദേഹത്തിന് വെളിച്ചം കിട്ടും. അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ ഈ ബ്രദർ ഭയങ്കര അസൂയുള്ള ആളാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കൺക്ലൂഷനിൽ എത്തിപ്പോകാന്ന് പറഞ്ഞില്ല. ഞാൻ അറിയുന്നേ ഇല്ല അയാൾക്ക് അസൂയ ഉണ്ടോന്നോ ഇന്നയാൾക്ക് നീളം ഉണ്ടോന്നുള്ളതോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് മർമറിങ്ങിൻ്റെ ആത്മാവിലാണ് എപ്പോഴും കിടക്കുന്നതൊന്നും ഞാൻ അറിയുന്നൊന്നുമില്ല. ഞാൻ അവിടെ ജസ്റ്റ് വെളിച്ചം ഒരിക്കലും അവിടെ ഇരുട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയല്ലോ. വെളിച്ചം അവിടെ നിന്ന് കത്താൻ തുടങ്ങിയപ്പോൾ അങ്ങ് ഇരുട്ടങ്ങ് പോയിന്നേ ഉള്ളൂ. അതുപോലെ ഞാൻ അറിയാതെ എന്നിലൂടെ നടക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കും അത്. ഇങ്ങനെയുള്ള ആത്മീയ അധികാരത്തോടെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ സഭ മൊത്തമായിട്ടും കലക്റ്റീവായിട്ടും അങ്ങനെ ഒരു വെളിച്ചത്തെ കൊടുക്കുന്ന ഒന്നായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഭയായിട്ടുള്ള ഒരു പണിയോടുള്ള ബന്ധത്തിൽ എൻ്റെ ഉള്ളിലെ മത്സരത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് കണ്ടെത്തുകയും അതിനകത്ത് വെച്ച വ്യവസ്ഥയുടെ കീഴിലേക്ക് ഞാൻ വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാനിവിടെ കഴിഞ്ഞ ദിവസം പറയാനിടയിൽ തീർന്നു, നമ്മൾ ഈ ലോഡ്ജിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ എപ്പോഴാണ് വരിക എപ്പോഴാണ് പോവുക എന്നൊന്നും പറയണ്ട. ഒരു ഓഫീസിൽ പറയണം, ഭവനത്തിൽ കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളല്ല, ഭർത്താവും ഭാര്യയും ഒക്കെ പുറത്ത് പോകുമ്പോൾ നമ്മൾ പറയും ഞാൻ ഇവിടെ പോവാണ്, ഇന്ന സമയത്ത് വരും. കണ്ടില്ലെങ്കിലോ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഭാര്യ ഫോൺ ചെയ്ത് ചോദിക്കുക എവിടെയാ, വലിയ വഴിയിലോ വല്ല ഗതാഗത കുരുക്കുണ്ടോ അതോ ആക്സിഡന്റ് ആയോ എന്താ ചോദിക്കും. അതുപോലെ തന്നെ വൈകാൻ തിരിച്ച് ഇപ്പം നമ്മൾ കളിക്കാൻ പോയി എന്നിരിക്കുക, അപ്പോൾ നമ്മൾ കളിക്കാൻ പോയി കഴിഞ്ഞ് തിരിച്ച് ചെല്ലണ സമയമായി കഴിഞ്ഞാൽ പിള്ളേർ പറയും അയ്യോ, അപ്പം വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. ഐ ആം അക്കൗണ്ടബിൾ. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ആ കളി എനിക്ക് ഞാൻ നിർത്തി പോകുക എന്ന് പറഞ്ഞാൽ അവർ പോരും. അപ്പൊ ഈ അക്കൗണ്ടബിലിറ്റിക്ക് വിധേയമാകാനുള്ള ഒരു മനസ്സ് സഭയായിട്ട് പണിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിക്കോ സഹോദരനോ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അധികാരം വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ശുശ്രൂഷയാണ്. ഒരിക്കൽ പറഞ്ഞ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല കാര്യം അത്രേ. അതിൻ്റെ അർത്ഥം ആത്മാവിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഏത് വിധത്തിലും ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിച്ചാൽ നല്ല കാര്യം. അപ്പോൾ അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ എൽഡർ എന്നുള്ള അർത്ഥത്തില്ല ഉദ്ദേശിച്ചത്. നിങ്ങളൊരു സഭയുടെ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തെറ്റില്ല. പക്ഷേ ശരി, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം എന്ന് പറഞ്ഞു. അതായത് അങ്ങനെ നിങ്ങൾ അവിടെ തുടർന്ന് തിമോത്തിയോസ് പറയുന്നുണ്ട്, ഒരു വീട്ടിൽ പല ഉപകരണങ്ങളുണ്ട്, ചിലത് നല്ല കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ചിലത് ചിലപ്പോൾ നമുക്ക് പിന്നെ വേസ്റ്റ് സാധനങ്ങൾ കളയാൻ വേണ്ടിയുള്ള ബക്കറ്റ് ആയിരിക്കും. അതേ ബക്കറ്റ് തന്നെയായിരിക്കും തുണി അലക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേന്ന് പറഞ്ഞാൽ അതേ യാതി ബക്കറ്റ്. അതുപോലെ തന്നെയുള്ള ഒരു ബക്കറ്റിൽ തന്നെയാണ് നമ്മൾ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത്. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓരോ കാര്യത്തിനും ഒരു പാത്രത്തെ നിർണ്ണയിക്കുന്നത് അതിൻ്റെ വെടിപ്പനുസരിച്ചാണ്, അതിൻ്റെ മൂല്യം അനുസരിച്ചിട്ടുമാണ്. അപ്പം നമ്മൾ ബ്രാസ് കൊണ്ടുള്ള ഈ ഓട്ടിൻ്റെ ഒക്കെ പണ്ട കാലത്തെ കിണ്ടി ഒക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും വെള്ളം, ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി അതും കൊണ്ട് പോകാറില്ല. അപ്പോൾ അതിൻ്റെ മൂല്യമൊക്കെ അനുസരിച്ചിട്ടാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ തിമോത്തിയോസിൽ എഴുതിയിരിക്കുന്നത്, നീ നിന്റെ ജീവിതത്തെ അവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ശുദ്ധീകരിക്കുകയാണെങ്കിൽ നീ യജമാനന് വളരെ നല്ലതായിരിക്കുന്ന യോഗ്യമായിരിക്കുന്ന ഒരു മാനപാത്രമായിട്ട് തീരും. അപ്പം നമ്മൾ ഒരാൾ അധ്യക്ഷസ്ഥാനം ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേണ്ടി പ്രയോജനപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ആദ്യം കടന്നു പോകേണ്ടത് ശുദ്ധീകരണത്തിൻ്റെ മേഖലകളായിരിക്കണം. അല്ലാതെ എനിക്ക് വചനം പഠിച്ചിട്ട് എനിക്ക് നാളെ തൊട്ടിട്ട് ഇന്ന സബ്ജക്റ്റ് എടുത്ത് പറയാം, അങ്ങനെയുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ തന്നെ ഞാനൊരു അശുദ്ധിയിലായി കഴിഞ്ഞു. അവിടെ തന്നെ ഞാൻ എന്നെ തന്നെ ഉയർത്താനുള്ള ഒരു ആത്മാവിൻ്റെ പിടിയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞു. അവിടെ തന്നെ എൻ്റെ ഒരു സെൽഫിൻ്റെ ഒരു ഇൻട്രസ്റ്റ് വെളിപ്പെട്ട് കഴിഞ്ഞു. അതിനെ ശുദ്ധീകരിച്ച ശേഷം പിന്നെ എനിക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, ഇനി അഥവാ അങ്ങനെ ഒരു വിളി ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഒരു വ്യക്തി, അപ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, നീ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് ശുദ്ധീകരണത്തിനുള്ള മേഖലകൾ തരും. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ നിന്നെക്കുറിച്ച് നിന്റെ നന്മയൊക്കെ തെറ്റായിട്ട് പറയുന്നവരെ ഒത്തിരി പേരെ നീ കണ്ടെത്തിയിരിക്കും. നിന്നെ വെറുതെ ദുഷിക്കുന്നവരെ, ചിലപ്പം വെറുതെ പകയ്ക്കുന്നവരുടെ ഇടയിൽ നിന്നെ കൊണ്ടാക്കിയെന്നിരിക്കും. അതുപോലെ നിനക്ക് ഒട്ടും യോജിച്ചു പോകാൻ പറ്റാത്ത സഹപ്രവർത്തകരെ തന്നിരിക്കും, അല്ലെങ്കിൽ നിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെ കണ്ടെന്നിരിക്കും. അതുമല്ല, നീ ചിലപ്പോൾ തൊടുന്ന പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ട് ചിലപ്പോൾ നഷ്ടം അനുഭവിക്കാൻ അനുവദിച്ചെന്നിരിക്കും. നിന്റെ ദൈവമായ യഹോവയിൽ തന്നെ നീ ആശ്രയിക്കേണ്ടതിന് വേണ്ടി. കാരണം നിനക്ക് നീ ഒരു മാനപാത്രമായി തീരേണ്ട ആവശ്യമാണ്. എൻ്റെ നിറവ് നിന്റെ ഉള്ളിൽ തരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലൂടെയാണ് കർത്താവിൻ്റെ ചർച്ചിനകത്ത് ഞാനൊരു ശുശ്രൂഷയുടെ സ്ഥലം അലങ്കരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേസമയം എനിക്ക് അല്പം കൂടെ എന്തെങ്കിലും ഒരു സ്ഥാനമോ എനിക്ക് അല്പം കൂടെ എലിവേറ്റഡ് ആവാനോ ഒക്കെ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ദൈവസേനയിൽ അവസാനം കൊള്ളാൻ കൊള്ളരുതാത്തതായൊരു പാത്രമായി ഞാൻ അതിൻ്റെ എൻഡിൽ തീർന്നു പോകും. ഞാൻ ചെയ്തതിനൊന്നും ഒരു പ്രവൃത്തിയും കാണുകയല്ല. ദൈവം തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ചെയ്ത പ്രവൃത്തിയെല്ലാം കത്തിപ്പോകും. കാരണം അതെല്ലാം നീ നിനക്ക് വേണ്ടി തന്നെ ചെയ്തതായിരുന്നു, നിനക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ചെയ്തതാണ്. ഈ തീവ്രവാദികൾ ബോംബ് വെച്ച് കെട്ടിവെച്ച് ചാകാൻ പോകുന്നത് അവർക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ലോകം പറയുന്നതല്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇഷ്ടം പോലെ അങ്ങനെയുള്ള സംഘടനകളൊക്കെ പൈസ കൊടുക്കുകയും അവരുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുകയും അവരുടെ കുടുംബത്തിനും കൂടെ ജീവിക്കാനുള്ള പൈസ ബാങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവനെ കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവർ ദൈവത്തെ പരിജ്ഞാനപ്രകാരം അല്ലാതെ ദൈവമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ദൈവമാണെന്ന് വിചാരിച്ച് അവരങ്ങ് പോകുന്നു. പക്ഷെ നമുക്കവിടെ
കാണേണ്ട ഒരു സെൽഫിനെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് വഴി ഞാൻ ദൈവത്തെ സേവിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരു വഴി ഞാൻ ചെയ്യുന്ന വഴി എനിക്ക് എന്നിൽ തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പം ആ എന്നിൽ തന്നെയുള്ള സന്തോഷത്തെയാണ് ഞാൻ തിരിച്ചറിയേണ്ടത്. അപ്പം ഞാനൊരു കർത്താവിന് വേണ്ടി ഒരു വേല ഇപ്പം അവരുടെ കാര്യത്തിൽ അവർ ദൈവം അല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമുക്ക് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞു, ഇതാണ് ജീവനുള്ള ദൈവം എന്നറിയാം. അപ്പൊ ജീവനുള്ള ദൈവത്തെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടെ ദൈവത്തെ സെർവ് ചെയ്യുകയാണെങ്കിൽ ആ പണി അങ്ങ് കത്തിപ്പോകും. അതേസമയം ദൈവത്തിന്റെ ഹിതത്തിന് എൻ്റെ ഹിതം യോജിപ്പിച്ചു കൊണ്ടുവന്ന ശേഷം ഞാൻ ചെയ്യുമ്പോൾ എനിക്കതിൽ സാറ്റിസ്ഫാക്ഷൻ പിന്നീടുണ്ടാവും. അത് ദൈവത്തിൽ കൂടെ കിട്ടുന്ന ഒരു ആനന്ദമായിരിക്കും. അത് ഒരു കാരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ദൈവത്തിൻ്റെ ഒരു വേല തന്നെ വിചാരിച്ചു, അത് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തില്ല. അപ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടാകും. കാരണം ഞാൻ എന്നിൽ തന്നെ ഒരു ആനന്ദം ആഗ്രഹിച്ചിരുന്നു, അത് എനിക്ക് കിട്ടിയില്ല. ഒരു സന്തോഷമാണ്. അപ്പോൾ അത് ആൾക്കാരും പറയാത്തതുകൊണ്ട്, വേണ്ട വിധത്തിൽ തന്നെ അംഗീകരിക്കാഞ്ഞുകൊണ്ട് എനിക്ക് തൃപ്തി വന്നില്ല. പക്ഷേ ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്തതാണെങ്കിൽ, ദൈവം പറഞ്ഞു ദൈവം ചെയ്തതാണെങ്കിൽ, പിന്നെ അത് അവരെന്നെ അംഗീകരിച്ചോ അല്ലെങ്കിൽ ആസ്വദിച്ചോ അല്ലെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്തോ ഒന്നും എനിക്കൊരു വിഷയമല്ല. അതെന്നെ ബാധിക്കുന്നില്ല. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പണികളൊക്കെ ദൈവം തീ കൊണ്ട് ശോധന ചെയ്യുന്ന നാളിൽ നിലനിൽക്കുന്നതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്. നമുക്കും ഈ ഒരു പരിജ്ഞാനത്തിലോടാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന്റെ ശരീരത്തെ പണിയുന്നുള്ള വിധത്തിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, അവിടെ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്, അവിടെ നടത്തുന്ന ആ ഒരു അവയവങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരൻ ഇങ്ങനെ ഒരു സഹോദരൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ സന്തോഷ് ഭവൻ വന്നപ്പോൾ പറഞ്ഞതാണ്, തല പലപ്പോഴും ഭർത്താക്കന്മാർ വിചാരിക്കുന്നത് നമ്മൾ വീടിന്റെ തലയായതുകൊണ്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു പദം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷേ തല അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ മറ്റ് അവയവങ്ങളുടെ എല്ലാ നീഡ് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ താഴെ കാലയിൽ ഒരു ചെറിയ ഉറുമ്പ് കടിച്ചെന്ന് വിചാരിക്കും, അപ്പം നമുക്ക് നല്ലൊരു വേദന ഉണ്ടായി. അപ്പൊ അത് ആരാ തിരിച്ചറിഞ്ഞത്? കൈയല്ല തിരിച്ചറിഞ്ഞത്, തലയാ തിരിച്ചറിഞ്ഞത്. തല ഉടനെ തന്നെ കൈയോട് പറഞ്ഞു, തലയ്ക്ക് കീഴ്പ്പെട്ട് ഹാർമോണിയസ് ആയിട്ട് നടക്കുന്ന ഒരു കൈ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കൈയോട് പറഞ്ഞു. വേറൊരാളുടെ ശരീരത്തിലെ കൈയോടല്ല പറയുന്നത്, എൻ്റെ ശരീരത്തിലെ വസിക്കുന്ന അവയവമായ കൈയോട് പറഞ്ഞു, നീ പോയിട്ട് അവിടെ തിരുമ്മി കൊടുക്കാനോ അല്ലെങ്കിൽ ചൊറിയാനോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇനിയിപ്പോൾ ഒരു വേദന ഉണ്ടായി, അപ്പോൾ അവിടെ നമ്മൾ ചിലപ്പോൾ ഒരു എണ്ണയിട്ട് തിരുമ്മി കൊടുക്കുന്നു, അതും അത് സെയിം തന്നെ. ആ നീഡ് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് തലയായിരിക്കുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം. അപ്പം ഒരവയവത്തിന്റെ തലയല്ല, എല്ലാ അവയവത്തിൻ്റെയും കൂടെ തലയായിട്ടാണ് നമ്മുടെ തലയിരിക്കുന്നത്. അപ്പം നമ്മുടെ ചർച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒരു തലയായിരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നീഡിനെയും കുറിച്ച് നല്ല ഒരു അവബോധം ഉണ്ടായിരിക്കണം. നല്ല ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഥമ ദൃഷ്ടിയ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണ ഒരു മുറിവുണ്ടായി, പഴുപ്പുണ്ടായപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഞെക്കിക്കളയണം. അപ്പൊ ഈ ഞെക്കിക്കളയുക എന്ന് പറഞ്ഞ കാര്യം ആ കൈക്ക് വേദനയുള്ളതാണ്. പക്ഷെ ആ വേദനയുള്ള കാര്യം ചെയ്യാനായിട്ട് മറ്റേ കൈ ചെല്ലുമ്പോഴത്തേക്ക് ഈ കൈ വിധേയപ്പെടുത്തി കൊടുക്കുന്നു. അതും തലയോടുള്ള ബന്ധമുള്ളതാണ്, അല്ലേ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് ജീവിക്കാനും സമാധാനത്തിൽ ഐക്യപ്പെട്ടും സ്വസ്ഥതയിലും അവയവങ്ങൾ വളരെ ഹാർമോണിയസ് ആയിട്ട്, നമുക്കറിയാമല്ലോ ഈ പൽചക്രങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അല്ലാതെ മൂവ് ചെയ്യുന്നുണ്ട്. ആ ഗിയറൊക്കെ മാറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം അകത്ത് കിടക്കുന്ന ഗിയർ ബോക്സിനകത്തുള്ള പൽചക്രങ്ങൾ എങ്ങനെയാ മൂവ് ചെയ്യുന്നത് നമുക്ക് ആ സ്വരം കേൾക്കുമ്പോൾ അറിയാം. അതുപോലെ ആ ഒരു വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് തിരിച്ചറിയാം ആ വീട്ടിനകത്ത് ഒരു പൽചക്രം മൂർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ ഉരസുന്ന ചക്രങ്ങളാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ച ആയിരിക്കരുത്, വീടായിരിക്കരുത്. അപ്പൊ സഭയ്ക്ക് എപ്പോഴും തലയായിരിക്കുക എന്ന് പറയുമ്പോൾ ആ ഭവനത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും ഈ അവയവങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല ബോധം ഉണ്ടായിരിക്കണം. അവരെവിടെ പോകുന്നു, എന്തായിരിക്കുന്നു, അവരുടെ ആത്മീയ കണ്ടീഷൻ എന്താണ്, എന്ത് നീഡാണ് അവർക്കുള്ളത്. അപ്പം ചിലപ്പോൾ ചില സഹോദരന്മാർക്ക് ചിലപ്പോൾ നല്ല ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ആ ബ്രദറിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരോട് നമ്മൾ ചിലപ്പോൾ ഒന്ന് തലയൊന്ന് പറഞ്ഞു കൊടുക്കും, ഒരു പ്രേരണ കൊടുക്കും, ചെന്ന് കാണാനും പറയാനും ഒക്കെ ആയിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ പോകാനായിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ചർച്ചിൽ നേരത്തെ സഹോദരിമാരുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണല്ലോ പറഞ്ഞത്, സഹോദരിമാർ ഭർത്താക്കന്മാർക്ക് അക്ഷരപ്രകാരവും കീഴടങ്ങേണ്ടതുണ്ട്, ആത്മാവിലും കീഴടങ്ങേണ്ടതുണ്ട്. മിക്കപ്പോഴും പല കുടുംബങ്ങളിലും ആത്മീയ അധികാരം സഹോദരിമാർക്കാണ് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. എന്നും പറഞ്ഞുകൊണ്ട് അവരതിൽ നിഗളിച്ചു പോയാൽ ആ ഉള്ളതും കൂടെ പോകും കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കാനുള്ള അവസരങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്,
അല്ലെങ്കിൽ അവരാണ് കൂടുതൽ ആത്മീയരെന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാർ ഇക്കാര്യത്തിൽ വളരെ ഉത്സാഹിച്ച് ആത്മീയ അധികാരങ്ങൾക്ക് കീഴ്പ്പെടണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞു. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒരു കാര്യം ആവശ്യപ്പെട്ട് നമ്മളത് ചെയ്യുന്നു. അത് ചെയ്യുന്നത് വഴി നമ്മൾ ഗവൺമെന്റിനെയാണ് കീഴ്പ്പെടുന്നത്. ഇപ്പൊ സകല ശ്രേഷ്ഠാധികാരങ്ങൾക്കും കീഴ്പ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റിനോടും നാടുവാഴികൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ അന്നത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ സീസറിനാണ് ആ മനുഷ്യൻ കീഴടങ്ങുന്നത്. ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സ്ഥലത്തെ നേതാവ് അല്ലെങ്കിൽ ആ ഭരണാധികാരി നമ്മോട് പറയുന്നത് അനുസരിക്കുന്നത് വഴി തലസ്ഥാനത്തുള്ള സീസറിനെ കീഴ്പ്പെടുന്നു. അതുപോലെ ആ ചെയിൻ ഓഫ് കമാൻഡിൽ അവസാനത്തെ ആളെ നമ്മൾ അനുസരിക്കുന്നത് വഴി നാം സ്വർഗത്തിലെ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അനുസരണത്തോടുള്ളത്തിൽ കാണുകയും നമ്മൾ വിധേയപ്പെട്ട് ഒരു സഭയായിട്ട് വളരാൻ വേണ്ടി തുടരുകയും ചെയ്യണം എന്നിങ്ങനെ പറയാനിടയായി തീർന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത്, സഭ ഒരിക്കലും ഒരു ലോഡ്ജ് പോലെയല്ല. ലോഡ്ജിൽ നമുക്ക് എപ്പോൾ വേണേലും വരാം, എപ്പോൾ വേണേലും പോകാം. അവർക്ക് വേണ്ടത് റെന്റാണ്, വേറെ ഒന്നും അവർക്ക് വേണ്ട. അപ്പോൾ നമ്മൾ അതുപോലെ ചർച്ചിൽ അങ്ങനെ ആവരുത്. ചില സഭകൾക്കൊക്കെ അവർക്ക് റെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സ്വോത്രക്കാഴ്ചയും അവരുടെ ദശാംശം മാസത്തിലുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. അങ്ങനെ അങ്ങനെ അതിന് ലിസ്റ്റും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ചില ചർച്ചകളിലൊക്കെ ആണെങ്കിൽ ലിസ്റ്റ് വരെ ഉണ്ട് അതിനൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരതേ ഇഷ്ടപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണം എന്ന് തന്നെ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒന്നല്ല ചർച്ച് എന്ന് പറയുന്നത്. ചർച്ച് ഒരു കുടുംബമാണ്. അതിൽ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ വൈകി വന്നാൽ അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് വൈകി വരുന്നു എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ സ്കൂളിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ സാധാരണ വരുന്ന സമയത്ത് വരാതിരിക്കാൻ നമ്മൾ ആകാംക്ഷയോടെ പിന്നെ വാതുക്കൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കൊച്ചു ബസ് എങ്ങനെയോ ടയർ പഞ്ചറായിട്ട് ലേറ്റ് ആയതാ. അപ്പോൾ കൊച്ചു വരുന്ന വഴി നമ്മളിങ്ങനെ നോക്കി കണ്ടിരിക്കുക. അപ്പോൾ ബസ് വന്നു. വണ്ടി എടുത്ത് പോകണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബസ് വന്നത്. അപ്പം നോക്കിയപ്പോൾ അവൻ അതിലുണ്ട്. വീട്ടിലേക്ക് വന്നു. അവൻ അന്നേരം അപ്പനും അമ്മ ഇങ്ങനെ നിൽക്കുന്നതിനെ മൈൻഡ് ചെയ്യാതെ ബാഗ് തൂക്കി നേരെ അവൻ്റെ റൂമിലേക്ക് അങ്ങ് പോയി വിചാരിക്കും. എന്നിട്ട് പോയി ഇപ്പോഴത്തെ തലമുറ ആയതുകൊണ്ട് അവിടെ ചെന്ന് അവൻ്റെ കമ്പ്യൂട്ടറോ മൊബൈലോ എടുക്കാന്ന് വിചാരിച്ചു, അത് നോക്കാന്ന് വിചാരിക്കും. നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാവും? അത് എന്തോ ഒരു പന്തികേടുണ്ട്. അവൻ ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അല്ല അവൻ പെരുമാറുന്നത്. ഒരു വെറുതാക്കാരനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഒരു ലോഡ്ജിൽ ഒരുത്തൻ അങ്ങനെ തന്നെ പോകാൻ കുഴപ്പമില്ല. ഇപ്പൊ ഒരു ഭവനത്തിൽ വസിക്കുന്നവൻ അങ്ങനെയല്ല ചെയ്യുക. അത് അപ്പനും അമ്മനോടും അവർ ആ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനായിട്ട് അവർ നിൽക്കുന്നത് നമുക്കറിയാം. ഇറങ്ങി അങ്ങ് ചെല്ലുമ്പോൾ തന്നെ പറയും ബസ് പഞ്ചറായിപ്പോയി, അതാണ് കേട്ടോ വൈകിയതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഓക്കെ. അപ്പോൾ അമ്മ എപ്പോഴും പറയും അയ്യോ ഞാൻ നിങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു, അപ്പൻ ഇപ്പം തന്നെ അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ചിലർ അങ്ങനെയല്ല, 2 ആഴ്ച കഴിഞ്ഞ് വന്നു, അല്ല 4 ആഴ്ച കഴിഞ്ഞ് വന്നു, തോന്നുമ്പം പോയി. അവരുടെ മുഖഭാവം കണ്ടാൽ തന്നെ നമുക്ക് ചോദിക്കാൻ തോന്നുകയില്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നത് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുമ്പോഴും ഒക്കെ വരിക പോവുകയൊക്കെ ചെയ്യും, നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെടണം എന്നുള്ള മട്ടിലായിട്ടാണ് ചിലരുടെ മുഖം തന്നെ ഇരിക്കുക. അപ്പം നമ്മൾ അങ്ങനെയുള്ളവരോടൊന്നും ചോദിക്കത്തില്ല. അപ്പം അങ്ങനെയല്ല ഒരു ചർച്ചിലായിരിക്കുമ്പോൾ ആകേണ്ടത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഭവനത്തിലല്ലോ. ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു മെമ്പർ അങ്ങനെ ആകാൻ പാടില്ലല്ലോ. അതുപോലെ തന്നെ ചർച്ച് പണിയാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെയാകാൻ പാടില്ല. കൂട്ടുത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണതിനെ കുറിച്ച് എനിക്ക് കുറച്ച് വെളിച്ചം ഈ നാളുകളിലായി കിട്ടി. ഇതാണ് ഞാൻ എൻ്റെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, എൻ്റെ മുകളിലുള്ളവർക്ക് കീഴടങ്ങിയിരിക്കണം. അതെങ്ങനെയാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ, അവർ പറയുന്നതിനൊക്കെ യെസ് യെസ് എന്ന് പറഞ്ഞ് അനുസരിക്കുന്ന ആ അർത്ഥത്തിലല്ല. അതങ്ങനെ ചെയ്യണം, അത് വരും അതിലേക്ക്. പക്ഷെ അതൊരു 10% മറ്റുണ്ടാവുള്ളൂ. ബാക്കി 90% നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ ദൈവത്തോട് നമ്മളും തമ്മിലാണ് തീരുമാനിച്ചെടുക്കേണ്ടത്. പക്ഷേ ഒരിക്കൽ സാക്ബറിനോട് ചോദിച്ചപ്പോൾ സാക്ബർ ഇങ്ങനെ മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സാക്ബർ പറഞ്ഞ മറുപടി പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഈ സാധാരണ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടത്താറുണ്ട്. ആ ഡിസ്കഷനിൽ ഒരു ബ്രദർ ചോദിച്ചു, ബ്രദറെ സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം എന്നൊക്കെ, മൂപ്പന്മാർക്ക് കീഴ്പ്പെടണം, നിങ്ങൾ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം അത് ഏതൊക്കെ കാര്യമാണ് ചെയ്യേണ്ടത്? പേഴ്സണലായ ചർച്ചിന്റെ കാര്യത്തിൽ മാത്രം മതിയോ, അതോ ബാക്കി കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അതോ എല്ലാ കാര്യങ്ങളും പേഴ്സണലായ കാര്യങ്ങളും വന്ന് ചോദിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരമാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത്. സാക്ബറോട് എങ്ങനെ ചോദിച്ചപ്പോൾ സാക്ബർ പറഞ്ഞു, ഒരു 10% കാര്യമേ ഉള്ളൂ. 10% കാര്യങ്ങൾ നിങ്ങൾ സഭയിലെ നിങ്ങൾ നടത്തുന്നവരോട് എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ബാക്കി 90%ഉം നിങ്ങളും ദൈവമായിട്ടാണ്. പക്ഷേ ഈ 10% കാര്യങ്ങളിൽ നിങ്ങൾ ചർച്ചിലെ മൂപ്പന്മാരോട് ആ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ല എങ്കിൽ, അതൊരു പക്ഷേ ചർച്ച് റിലേറ്റഡ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്,
ദൈവം അങ്ങനെ ഒരു ഒരു വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് നമ്പർ. ആ നമ്പർ കാര്യങ്ങളിൽ നിങ്ങൾ ചർച്ചിലെ എൻ്റെ കൂട്ടു സഹോദരന്മാരോടൊപ്പം ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ മിക്കപ്പോഴും 90% കാര്യങ്ങളിൽ ബാക്കി 90% നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നവരായിരിക്കണം എന്നില്ല, മിക്കവാറും ആയിരിക്കുകയില്ല എന്നാണ്. അപ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യുക. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ സഹോദരൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ബ്രദർ കല്യാണം കഴിക്കാൻ ഉള്ള പ്രായമായി, കല്യാണം കഴിച്ചില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനാണ്. അങ്ങനെ സഹോദരൻ ഒരു കല്യാണമൊക്കെ ഏകദേശമൊക്കെ ആയി, ഒരു എൻഗേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞ് സംസാരിക്കുമ്പോൾ പെൺകുട്ടി ചോദിക്കുക, അല്ല നിങ്ങളുടെ ചർച്ചിൽ എപ്പോഴും ഇരിക്കുന്ന ഈ സബ്മിഷന്റെ കാര്യമൊക്കെ പഠിപ്പിക്കുന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സഹോദരി വേറെ ചർച്ചിൽ നിന്ന് വരികയെന്ന് വിചാരിച്ചു. അപ്പൊ സഹോദരി ചോദിക്കുക, പിന്നെ എനിക്ക് സബ്മിഷൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഭർത്താവിനെ അനുസരിക്കാൻ കീഴ്പ്പെടാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ്, പക്ഷെ എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് തരണം, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ അനുസരിക്കേണ്ടത്. അത് ഞാനങ്ങ് അനുസരിക്കുക, ഞാൻ അനുസരണങ്ങളൊന്നും കാണിക്കത്തില്ല, അത് ഞാൻ വാക്ക് പിഴ തരാം. പക്ഷെ അത് എന്താണെന്നുള്ള കാര്യങ്ങളെന്ന് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ അങ്ങ് അനുസരിച്ചോളാം. അപ്പൊ അതിന്റെ ലിസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നും അല്ലേ? അപ്പൊ അതുപോലെ നമ്മളും ഈ അത്രയും പറഞ്ഞപ്പം അസാധാരണ കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ ആത്മാവിൽ ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ 10% കാര്യം ഈ 10% ഒരാളും കൊണ്ടൊന്ന് എഴുതി തന്നാൽ പോലും അത് മുഴുവൻ നമ്മൾ അനുസരിച്ചാലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണമെന്നല്ല. സബ്മിഷന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ ആറ്റിറ്റ്യൂഡ് വഴി നമുക്ക് ആ സബ്മിഷൻ വഴി നമുക്ക് കിട്ടാൻ പോകുന്ന ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം കേട്ട ആ മെസ്സേജിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെയും മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു. ഈ സബ്മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്യാരക്ടറിൽ ഒരു ദൈവ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു സകലവും കീഴ്പ്പെടുത്തിയ ശേഷം പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ പിതാവ് അവനെ ഏറ്റവും വലിയ നാമം നൽകി ഉയർത്തി തന്റെ വലത്ത് ഭാഗത്തിരുത്തി. പക്ഷെ പിതാവ് എന്നാ ചെയ്യുന്നറിയാമോ? പുത്രൻ എന്നാ ചെയ്യുന്നറിയാമോ? രാജ്യം മുഴുവൻ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് താൻ തന്നെയും പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. കാരണം അത് അവന്റെ ഡിവൈൻ നേച്ചറാണ്. അതുകൊണ്ട് അപ്പൊ ഞാൻ അത് ആ രീതിയിൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് വളരെയധികം നന്ദി. ഞാൻ ഈ സബ്മിഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ അതിനെ എതിർക്കുമ്പോൾ എന്നിൽ ഒരു ഡിവൈൻ നേച്ചർ വേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വളർന്ന് കർത്താവിന്റെ ശരീരമായിട്ട് ഒരു കൂടിവരവ് വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. അതിന് ചില വ്യവസ്ഥകൾ ദൈവം വച്ചിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കൂടുതലായിട്ട് ആ വെളിച്ചം കിട്ടി വളരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.